ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും, അറിവിന്റെ പാതയിലേക്ക് വലിച്ചുണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും, അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും, അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി, അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ഹിപ്നോസിസിന് വിധേയമാക്കാൻ പറ്റുക എന്നുള്ളത്? ഒരു വ്യക്തിയെ എങ്ങനെയാണ് ഹിപ്നോസിസിന് വിധേയമാക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ബേസിക് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ആർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അത് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് പലരുടെയും സംശയം. അവിടെയാണ് നമുക്ക് പ്രാക്ടിക്കലി ഒരു വ്യക്തിയുടെ അടുത്ത് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഭൂരിഭാഗം പേരുടെയും സംശയം. പലരും പറയാറുണ്ട്, പ്രാക്ടിക്കലിന് ആളെ കിട്ടുന്നില്ല, ആരും നിന്ന് തരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. നോക്കൂ, അവസരം ഇല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവസരങ്ങൾ നമ്മളെ തേടി വരിക എന്നുള്ളതിനപ്പുറം നമ്മൾ അവസരങ്ങളെ കണ്ടെത്തുക, തേടി ചെല്ലുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ അറിവുകൾ, കഴിവുകളെല്ലാം കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് സ്വമേധയാ ഉപയോഗപ്പെടുത്താൻ പറ്റും. മാത്രമല്ല, നമുക്കറിയാം, നമ്മൾ തയ്യാറായിരുന്നാൽ അതിന് ആനുപാതികമായിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. പലരും വിചാരിക്കുന്ന ആരെങ്കിലും കിട്ടട്ടെ എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ്. അങ്ങനെയല്ല, അതിലപ്പുറം സ്വയം തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വയം തയ്യാറാകാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത്, നമുക്കറിയാം, ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സജഷൻസ്, പിന്നെ ശരിയായിട്ടുള്ള മോഡുലേഷൻ. ഇത് രണ്ടും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു വ്യക്തിയെ വളരെ ലളിതമായിട്ട് തന്നെ ഹിപ്നോസിസിന് വിധേയമാക്കാൻ പറ്റും. അപ്പോൾ സജഷൻ എന്ന് പറയുന്നതും അതൊരിക്കലും കാണാതെ പഠിച്ചിട്ട് ചെയ്യേണ്ട ഒന്നല്ല, കാണാതെ പഠിച്ച് ചൊല്ലേണ്ട ഒന്നല്ല സജഷൻ. മറിച്ച് നമ്മുടെ മുന്നിലുള്ള വ്യക്തിയായിരിക്കണം നമ്മുടെ സജഷൻ. നമ്മുടെ മുന്നിലുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഭാഷ, മനസ്സിലാകുന്ന ശൈലി, ഉൾക്കൊള്ളാൻ പറ്റുന്ന മറ്റ് പ്രയോഗങ്ങൾ, ഇതെല്ലാം ആയിരിക്കണം, ഇതിലൂടെ എല്ലാം ആയിരിക്കണം സജഷൻസ് കൊടുക്കേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാകാത്ത ഭാഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാളം തന്നെ തിരുവനന്തപുരത്തുകാരൻ്റെ മലയാളമല്ല കോഴിക്കോടുകാരൻ്റെയോ കണ്ണൂരുകാരൻ്റെയോ കാസർഗോഡ് ഉപയോഗിക്കുന്ന മലയാളമോ ഒന്നും അതല്ല, വ്യത്യാസങ്ങളുണ്ട്. അപ്പോ മനസ്സിലാകാത്ത ഒരു വാക്ക് നമുക്ക് അതിനിടയിൽ വന്നിട്ടുണ്ട് എങ്കിൽ, നമ്മൾ സജഷൻ കൊടുക്കുന്നതിനിടയിൽ വന്നിട്ടുണ്ട് എങ്കിൽ, അവരൊരു പക്ഷേ ആ വാക്കിൽ ചുറ്റിപ്പറ്റി എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഇതെല്ലാം ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വിശകലനം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ സമയത്ത് നമ്മുടെ കോൺഷ്യസ് അത്രമാത്രം ബോധപൂർവം തന്നെ ഇരിക്കും, ഉണർന്നിരിക്കും. പൂർണ്ണമായിട്ടുള്ള വിശകലന ബുദ്ധിയും വിവേചന ശേഷിയും അത് ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഭാഷയും ശൈലിയും ഒക്കെ മാത്രമേ നമ്മളവിടെ ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അതല്ലാതെ ഒരുപക്ഷെ ശരിക്കും നാട്ടിൻപുറത്തുകാരിയായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഇംഗ്ലീഷിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ഒരാളോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വാക്കെങ്കിലും അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഹിപ്നോസിസിലേക്ക് പോയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ റിലാക്സ്ഡ് എന്താണെന്ന് അയാൾക്ക് അറിയില്ല. അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബോധം വിചാരിക്കും, എന്തായിരിക്കാം അത് ഉദ്ദേശിച്ചത്, എങ്ങനെയായിരിക്കാം ഞാൻ ഇരിക്കേണ്ടത് എന്നല്ല. അപ്പോ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് അയാൾ ഹിപ്നോസിസിന് വിധേയമാകൂ. ഒന്ന്. അതുപോലെ തന്നെ മോഡുലേഷന് വളരെ 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 പ്രാധാന്യമുണ്ട്. മോഡുലേഷന് അത് റെക്കോർഡഡ് സജഷൻ തന്നിരിക്കുന്നതിൽ പല പ്രാവശ്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ആ മോഡുലേഷൻ എന്താണ് എന്നുള്ളത് അറിയാം. ആ മോഡുലേഷൻ കൃത്യമായിട്ട് പ്രാവർത്തിക തലത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്.
അതായത് നിങ്ങൾ സുഖകരമായ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു. ഈ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശബ്ദത്തിലൂടെയും ആ മോഡുലേഷനിലൂടെയും കൂടെ അവർക്ക് ആ സുഖം മനസ്സിലാക്കാൻ പറ്റണം, അനുഭവിച്ചറിയാൻ സാധിക്കണം. അതിന് കാരണം ഇപ്പോൾ സമാധാനം, നിങ്ങൾ കൂടുതൽ കൂടുതൽ സമാധാനപൂർണമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇവിടെ ഈ സുഖവും സമാധാനവും എല്ലാം നമ്മുടെ ശബ്ദത്തിലൂടെ, വാക്കുകളിലൂടെ, മോഡുലേഷനിലൂടെ അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണം. മോഡുലേഷന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ബ്രെയിനിന്റെ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങളും വികാരങ്ങളുമാണ് എന്നുള്ളത്, അല്ലെ? അപ്പോൾ മോഡുലേഷനിലൂടെ വാസ്തവത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്നത് വൈകാരികമായിട്ടുള്ള ഒരു ഭാവം വ്യക്തികളിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് മോഡുലേഷനിലൂടെ ചെയ്യുന്നത്. വൈകാരികമായിട്ടുള്ള ഭാവത്തിലേക്ക് വ്യക്തികളെ കൊണ്ടുവരുന്നു. അപ്പൊ സുഖകരമായ, ശാന്തമായ, ആനന്ദകരമായ, സമാധാനപൂർണമായ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതാത് വാക്കിന്റെ അർത്ഥം എന്താണോ അതിനുചിതമായ വിധത്തിലുള്ള ഒരു മോഡുലേഷൻ അവിടെ കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ ആത്മവിശ്വാസം എന്നുള്ള വാക്ക്, വളരെയധികം എന്നുള്ള വാക്ക്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് മൂന്നും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സൂക്ഷ്മതലത്തിലുള്ള അർത്ഥതലങ്ങൾ മോഡുലേഷനിലൂടെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അപ്പോഴായിരിക്കും അത് കൂടുതൽ ഫലപ്രദമാക്കാൻ പറ്റുക. മറ്റൊന്ന്, ആവശ്യമുണ്ട് എങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലൈറ്റ് മ്യൂസിക് നമുക്ക് ഉപയോഗിക്കാം. അതിന് ഒരു സങ്കീർണതയില്ല. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉചിതമായ വിധത്തിലുള്ള കുറച്ച് മ്യൂസിക്കുകൾ യൂട്യൂബിലുണ്ട്. മെഡിറ്റേഷൻ മ്യൂസിക് എന്നോ, റിലാക്സേഷൻ മ്യൂസിക് എന്നോ, ഫ്ലോട്ട് മ്യൂസിക് എന്നോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം നല്ല നല്ല മ്യൂസിക്സ് വരും. അപ്പോൾ ഇത് ഒരു 3-4 എണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. ലൈവായിട്ട് പ്ലേ ചെയ്യാൻ നിൽക്കരുത്. ലൈവായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ പലതിൻ്റെയും ഇടയിൽ പരസ്യങ്ങൾ വരും. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വളരെ റിലാക്സ്ഡ് മോഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പരസ്യം കയറി വരുന്നതെങ്കിൽ ഒരു പക്ഷേ അവർ അപ്പം തന്നെ ഉണർന്നു പോരും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ലൈവായിട്ട് പ്ലേ ചെയ്യിക്കരുത്. മാത്രമല്ല, ലൈവായിട്ട് പ്ലേ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവിടെയും രണ്ട് കാര്യം സംഭവിക്കും. നിങ്ങളുടെ ഫോണിൽ ഒരു കോൾ വന്നാൽ പോലും, നമ്മൾ ഈവൻ സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു കോൾ വന്നാൽ ഉടൻ തന്നെ ഈ മ്യൂസിക് അങ്ങോട്ട് കട്ടായി പോകും. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള മ്യൂസിക്കുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതുപോലെ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈല് സൈലന്റ് ഇട്ടാൽ പോരാ, ഫ്ലൈറ്റ് മോഡിൽ നിർബന്ധമായിട്ട് വിടണം. സൈലന്റ് ഇട്ടാലുള്ള ഞാൻ പറഞ്ഞല്ലോ, കോൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പ്ലെയർ സ്റ്റോപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് സൈലന്റും പോരാ, ഫ്ലൈറ്റ് മോഡിൽ തന്നെ നിർബന്ധമായിട്ടും പ്ലെയർ ഇടണം. ഇനി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, പലരും പറയാറുണ്ട് വ്യക്തികളെ കിട്ടാനില്ല എന്നുള്ളത്. നമുക്ക് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ആരെയും കേൾക്കാനോ സംസാരിക്കാനോ ഉള്ള സമയവും മാനസികാവസ്ഥയും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തികളിലെ മാനസിക സമ്മർദ്ദങ്ങളും മാനസിക സംഘർഷങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇറക്കി വെക്കാനുള്ള, ഒന്ന് റിലാക്സ്ഡ് ആകാനുള്ള സാഹചര്യങ്ങള് അവരെ സ്വയം അറിയാതെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അത് നമ്മളിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഒരു ചെറിയ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പോലും വ്യക്തികള് മനസ്സ് തുറക്കുമ്പോൾ മനസ്സ് തുറക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വാതിൽ കൂടിയാണ് ഓപ്പൺ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവിടെ മനസ്സ് തുറപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. ഞാന് വളരെ രസം എന്നുള്ള വാക്കിന് മറ്റൊരു അർത്ഥം കൊടുക്കണ്ട. ഓർക്കുന്ന മറ്റൊരു കാര്യം, ഒരിക്കല് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് വരിക, രാത്രിയാണ്. കാറിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു 12 മണിയോ 1 മണിയോ 2 മണിയോ ഒക്കെ ആയില്ലേ, എന്തായാലും ലേറ്റ് നൈറ്റ് ആയി. ഒരു ചെറിയ ഹോട്ടലില്, തട്ടുകടയിൽ നിന്നും കുറച്ചുകൂടി വലിയ ഒരു ഹോട്ടലില് ഒരു കോഫി കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. മറ്റാരുമില്ല, അപ്പോൾ കടക്കാരൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം കോഫി തരുന്നതിനിടയിൽ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചു വരുന്നതിനിടയിൽ ഇദ്ദേഹത്തിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് ഓപ്പണായി. ഒരല്പം ഒരു ചെറിയ വിള്ളൽ വീണു അവിടെ. ഈ വിള്ളൽ വഴി വെറുതെ ഞാൻ അങ്ങോട്ട് കയറി.
എന്ത് പറ്റിയെന്ന് ചോദിച്ചു തുടങ്ങി. എന്താ കൂടുതൽ എന്താ പറയാനുള്ളത്? ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മനസ്സ് തുറക്കുന്നതിനിടയിൽ പൊട്ടിക്കരയാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞ് വിതുമ്പാൻ തുടങ്ങി. കാരണം അത്രമാത്രം അസ്വസ്ഥതകള്, അത്രമാത്രം വേദനകള് ഉള്ളിൽ കടിച്ചമർത്തി അടക്കി വെച്ചിരുന്ന മനുഷ്യനാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള പല വ്യക്തികളുടെ, അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, വ്യക്തികളുടെ ഉള്ളിൽ അവർ പലതിനും പരിഹാരം തേടുന്നുണ്ട്. ഈ പരിഹാരം നമ്മുടെ കൈവശമുണ്ട്, പറ്റുന്നത് പോലെ തന്നെയുണ്ട്. ഇപ്പോ ഒരു ബേസിക് ട്രെയിനിങ് കഴിഞ്ഞ ഒരു 1 ഡേ സെഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാക്സേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്, വളരെ വലിയൊരു കാര്യം. ഇന്ന് തന്നെ നമ്മുടെ ഓൺലൈൻ ഗ്രൂപ്പിൽ ആരോ, പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, അദ്ദേഹം ഇതിനുള്ളിൽ ഉണ്ടോയെന്നും എനിക്കറിയില്ല ഇപ്പോൾ, ഒരു അനുഭവം ഇട്ടിരുന്നു. ഇപ്പോൾ ഓൺലൈൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അതിന് വിധേയമായ വ്യക്തിക്ക് വളരെയധികം ആശ്വാസം കൊടുക്കാൻ സാധിച്ചതായിട്ട് അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. അത്രേ വേണ്ടൂ. കാരണം നമ്മുടെ കയ്യിലുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പവർഫുൾ ആണ്, അത്രമാത്രം സ്ട്രോങ് ആണ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ പരമാവധി ഒരു 20 മിനിറ്റ് ഒരു വ്യക്തിയെ ഒരു ഹിപ്നോസിസിന് വിധേയമാക്കുന്നതിലൂടെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം ആ വ്യക്തിയിൽ സംഭവിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ജസ്റ്റ് ക്ലാസ്സിലെ ഒരു ഡെമോയിൽ തന്നെ, ഡെമോൺസ്ട്രേഷൻ എടുക്കുന്നതിൽ തന്നെ വ്യക്തികളിൽ എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്, എത്രമാത്രം ആശ്വാസം കിട്ടിയിട്ടുണ്ട്, എത്രമാത്രം സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും ആത്മവിശ്വാസത്തിലേക്കും ഒക്കെ വ്യക്തികൾ പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ അവിടെ ആകെ എന്താ കൊടുത്തിരിക്കുന്നത്? ആകെ ചെയ്തിരിക്കുന്നത് അവരെ ഒന്ന് ഹിപ്നോസിസിന് വിധേയമാക്കുന്നു, ഒന്ന് ശാന്തമാകാനുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. വളരെ കുറച്ച് നിർദ്ദേശങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുക്കുന്നു. പക്ഷെ അത് വ്യക്തികളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം അസാധാരണമായ വിധത്തിലായിരിക്കും, അത്യസാധാരണമായ വിധത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവസരങ്ങളും സാധ്യതകളും നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത്, നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ മറ്റൊരു വശം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു പരിഹാര മാർഗമുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ പലർക്കും അറിയാൻ പറ്റൂ. നിങ്ങൾക്കറിയാം, നമ്മൾ വെറുതെ ഒരു കട തുറന്നു വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഓഫീസ് തുറന്നു വെക്കുകയാണ്, അതിന് ബോർഡൊന്നുമില്ല. നിങ്ങൾ എത്ര തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ, എക്സ്പേർട്ട് ആയിക്കോട്ടെ, നിങ്ങളിങ്ങനെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു കട തുറന്നു വെക്കുകയാണെന്ന് ഇരിക്കട്ടെ, നിങ്ങളുടെ കടയിൽ സാധനങ്ങളെല്ലാം ഫ്രീ ആണ്, ഒരു പൈസ തരണ്ട. പക്ഷേ ഇവിടെ സാധനങ്ങൾ ഉണ്ട് എന്നും അത് ഫ്രീ ആണെന്നും നിങ്ങൾ അവരെ അറിയിക്കേണ്ടതുണ്ട്, അല്ലേ? അതല്ലെങ്കിൽ നിങ്ങളെ തിരഞ്ഞ ആളുകൾ വരുമെന്ന്, ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ എന്നെ തിരഞ്ഞ ആളുകൾ വരുമെന്ന് പറഞ്ഞ് ഒരു കട തുറന്നു വെക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചുറ്റുപാടുമുള്ളവരെ അറിയിക്കണം. അതല്ലാത്ത പക്ഷം ഒരു മൺകുടത്തിനുള്ളിൽ തെളിയിച്ചു വെച്ച ഒരു ദീപം പോലെ ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ അവിടെ ഇരുന്ന് കത്തി അതിൻ്റെ ഇന്ധനം നഷ്ടപ്പെട്ടു പോകും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും, എന്നെ തിരഞ്ഞിട്ട് ആരും വരുന്നില്ല, എൻ്റെ കഴിവുകൾ ആർക്കും വേണ്ടായിരിക്കും എന്നുള്ളത്. വേണ്ടാഞ്ഞിട്ടല്ല, അവർക്ക് അറിയാഞ്ഞിട്ടാണ്, നിങ്ങൾ അറിയിക്കാഞ്ഞിട്ടാണ്. നോക്കൂ, സിംപിളി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊക്കെ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിന് വന്നിരിക്കുന്നത്, എൻ്റെ ട്രെയിനിങ്ങിന് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും, ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാകും, വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാകും, ഇല്ല? ഇങ്ങനെയൊക്കെയല്ലേ വന്നിരിക്കുന്നത്? അതിലൂടെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതല്ലാതെ ഞാൻ അത്രയും എക്സ്പേർട്ടാണ് ഈ മേഖലയിൽ, വേണമെങ്കിൽ എന്നെ തിരഞ്ഞ് വന്നോട്ടെ എന്ന് കരുതി ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലോ? മനസ്സിലാവുന്നുണ്ടോ? തിരഞ്ഞു വരുമായിരിക്കാം, പക്ഷെ എന്തിന് നമ്മളത് കാത്തിരിക്കണം? എന്തിന് സമയം പാഴാക്കണം? അപ്പൊ അതുകൊണ്ട് നമുക്കറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാമെന്നുള്ളത്, നമ്മുടെ കൂടെയുള്ളവരെ ഏതെല്ലാം വിധത്തിൽ അറിയിക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾ ഹിപ്നോസിസിനെ കുറിച്ചിട്ട് ഒരു കുഞ്ഞ് ആർട്ടിക്കിൾ ഒന്ന് എഴുതിയിട്, നിങ്ങൾക്ക് കുറെ എൻക്വയറീസ് വരും. നിങ്ങൾ ഒരു അനുഭവക്കുറിപ്പ് ഒന്ന് എഴുതിയിടൂ, കുറെ എൻക്വയറീസ് വരും. ഇനി ഒന്നും വേണ്ട, ഇതൊന്നും വേണ്ട, നിങ്ങൾ ഈ ഹിപ്നോസിസ് ക്ലാസ്സിൽ പങ്കെടുത്തതിനെ കുറിച്ചുള്ള ഒരു അനുഭവം നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് പോസ്റ്റ് ചെയ്യും, അപ്പോഴും കുറെ എൻക്വയറീസ് വരും. ഇനി അതും വേണ്ട, നിങ്ങൾ ഹിപ്നോസിസ് ക്ലാസ്സിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഒന്ന് ഷെയർ ചെയ്ത് നോക്കൂ. ആളുകൾ അന്വേഷിക്കും എന്താണ് പഠിച്ചത്. ആളുകൾ ചോദിക്കും,
ഈ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും, നല്ല ഉറക്കം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എനിക്കാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? അന്വേഷണങ്ങൾ വരും. ഉം. അതുപോലെ ഒരുപാട് നാളായിട്ട് ഭയങ്കര ടെൻഷനാണ്, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, വീഡിയോകളിൽ കണ്ടിട്ടുണ്ടല്ലോ, ടെൻഷനൊക്കെ ഹിപ്നോസിസിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും, കുറയ്ക്കാൻ പറ്റുമെന്ന്. എന്നെ ഒന്ന് സഹായിക്കാമോ? തീർച്ചയായിട്ടും ആളുകൾ തേടി വരും. അപ്പൊ അതിനുള്ള വാതിലുകൾ നമ്മൾ തുറന്നിട്ട് കൊടുക്കണം. അത് നമ്മുടെ തന്നെ കടമയാണ്, നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതല്ലാത്ത പക്ഷം ഞാൻ പഠിച്ചു, എനിക്കറിയാം എന്ന് കരുതി തിരഞ്ഞു വരുമെന്ന് കാത്ത് കാലം കഴിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങളുടെ സംഭാഷണങ്ങളില് എന്റെയൊക്കെ തുടക്കകാലം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ട്രെയിൻ യാത്രകളില് അന്നൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ധാരാളം യാത്ര ചെയ്യുമായിരുന്നു. എവിടെയെങ്കിലും ഒരു സംഭാഷണം ഇങ്ങനെ വരുമ്പോഴേക്കും അടുത്ത അടുത്ത ടോക്ക് അങ്ങോട്ട് കൊടുക്കുക, അടുത്ത വിട്ട് അല്ലെങ്കിൽ അടുത്ത ത്രെഡ് ഇട്ട് കൊടുക്കുക, ഹിപ്നോസിസ്. ഉടനെ ആളുകൾ ചോദിക്കും അതെന്താണ്. ഇതൊരു 10-20-25 കൊല്ലം മുന്നത്തെ കഥ. അന്ന് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രചാരമില്ല. അതുപോലെ തന്നെ കേട്ടിരിക്കുന്നവർ തന്നെ മറ്റൊരു രീതിയിലാണ് അത് കേട്ടിരിക്കുന്നത്. ശരി, അപ്പോഴേക്കും സംസാരം ഈ വഴിയിലേക്ക് തിരിച്ചുവിടും. അപ്പൊ ആരെങ്കിലും ചോദിക്കും അതൊന്ന് കാണിച്ചു തരാമോ, അല്ലെങ്കിൽ അതൊന്ന് ചെയ്തു തരാമോ? ഓടുന്ന ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങളോട് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയും ചെയ്യാം. അത്രമാത്രം സാധ്യതകൾ നമുക്ക് ചുറ്റുപാടുകളുണ്ട്. വളരെ രസമാണ് കേട്ടോ, വളരെ രസമാണ്. ട്രെയിൻ യാത്രയ്ക്കിടയിലെ ചിലവുകൾ മുഴുവൻ മറ്റാൾക്കാർ സ്പോൺസർ ചെയ്തൊക്കെ പോയിട്ടുള്ള എത്രയോ യാത്രകളുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്, നമ്മുടെ കോൺഫിഡൻസ് വല്ലാതെ വർദ്ധിക്കും. അതുപോലെ തന്നെ ആളുകൾക്ക് നമ്മളെ കൊണ്ട് പ്രയോജനമുണ്ട്. അവര് നമ്മളെ തേടി വരും, അവര് പറഞ്ഞ് മറ്റാളുകൾ വരും. ഇതെല്ലാം സംഭവിക്കും. അപ്പൊ നിങ്ങൾ ഈ മേഖലയിൽ അറിവുള്ള ഒരാളാണ്, കഴിവുള്ള ഒരാളാണ്, വിവരമുള്ള ഒരാളാണ് എന്നുള്ളത് ഏതെല്ലാം വിധത്തിൽ ചുറ്റുപാടുമുള്ളവരെ അറിയിക്കാൻ സാധിക്കുമോ അതെല്ലാം അറിയിക്കുക. നമ്മൾ സാധാരണ തമാശകളും വാർത്തകളും ഒക്കെ ഷെയർ ചെയ്യുന്നതിനപ്പുറം ഇതുപോലെ ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ ഷെയർ ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു മാനസികാവസ്ഥയോ സമയവും ഇല്ല എന്നിരിക്കട്ടെ, നമ്മുടെ സാന്ത്വനത്തിന്റെയൊക്കെ പ്രൊഫൈലുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ, പേജുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പ്രൊഫൈലുണ്ട്, ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിപ്നോസിസ് സംബന്ധമായിട്ടുള്ള ആർട്ടിക്കിൾസ് അവിടെയുണ്ട്, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. ഇനി അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൂടെ ആൾക്കാർക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഈ മേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ്, നിങ്ങളെ സമീപിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ട് എന്നുള്ളത് കൂടെയുള്ളവരെ, ചുറ്റുപാടുമുള്ളവരെ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയും ഉത്തരവാദിത്വവും തന്നെയാണ്. അതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ധാരാളം വ്യക്തികൾ കടന്നു വരിക തന്നെ ചെയ്യും. ഒന്ന്. ഇനി അതുപോലെ തന്നെ അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളോട് സംസാരിച്ചു തുടങ്ങുമ്പോഴോ സംസാര മധ്യേ നമുക്ക് തോന്നി ഇദ്ദേഹത്തിന് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി ഒന്നുമല്ല, സംസാരിക്കണ്ട, വെറുതെ ഇരിക്കുമ്പോൾ ഒരാളുടെ കണ്ണൊന്ന് കുമ്പിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ ശരിക്കും ഉറക്കം വരുന്നിട്ടുണ്ടാവില്ല, ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. ഇത് ഏകദേശം അവരുടെ ശരീരഭാഷയും മുഖഭാവവും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് അവരോട് ചോദിക്കാം, എന്തേ ഉറക്കം ശരിയാവുന്നില്ലേ കുറച്ച് ദിവസമായിട്ട്? അപ്പൊ അദ്ദേഹം പറയും എന്താണെന്നറിയില്ല, ഒരു 2 ആഴ്ചയായിട്ട് ഉറങ്ങാൻ പറ്റണില്ല. അപ്പൊ നമുക്ക് ചോദിക്കാം എന്ത് പറ്റി, എന്തുകൊണ്ടാ ഉറങ്ങാൻ പറ്റാത്തത്? അപ്പൊ അവരിങ്ങനെ ഓപ്പൺ ആവാൻ തുടങ്ങും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പലർക്കും അവരുടെ പ്രശ്നങ്ങളൊന്ന് പറയാൻ, അത് കേൾക്കാൻ ആരുമില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും കേൾക്കാൻ നമ്മൾ ഉണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള സമയവും സാഹചര്യവും ഉണ്ട് എങ്കിൽ തന്നെ നമുക്ക് സാവധാനം അയാളെ സ്വാധീനിക്കാൻ സാധിക്കും. അദ്ദേഹം കുറച്ച് പറഞ്ഞു കഴിയുമ്പോഴേക്കും, അത് കേട്ട് കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു ചെറിയ കോമ കൊടുത്ത് അവിടെ ഒന്ന് നെടുവീർപ്പിടും, ഒരു ദീർഘനിശ്വാസം വിടും. എന്തിനാ ദീർഘനിശ്വാസം വിടുന്നതെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം സ്വയം തന്നെ ഒന്ന് റിലാക്സ്ഡ് ആവുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു കോമയില് നിങ്ങൾക്ക് പറയാം, ഇതിന് എൻ്റെ അടുത്തൊരു നല്ല പരിഹാരമുണ്ട്, നമുക്കൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ചോദിക്കുക. നിങ്ങൾക്കല്ല, നമ്മുടെ ഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇരുന്നാലോ എന്ന് ചോദിക്കുക. അപ്പൊ അദ്ദേഹം ചോദിക്കും എന്താ, വളരെ വളരെ ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നത് കാണാം. ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ചെയ്തു തരാൻ പറ്റുക, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുക? അപ്പൊ തന്നെ ആവേശം കയറി, ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇപ്പൊ ശരിയാക്കി തരാം,
എന്നൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അദ്ദേഹം വിൻഡോ വഴി ചാടി ഓടിക്കളയും. ഉം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കേണ്ട ആളുകളെ. അവരോട് പറയാ, ഞാനൊരു റിലാക്സേഷൻ തരാം, ഒരു റിലാക്സേഷൻ തരാം. ഇവിടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഹിപ്നോസിസ് എന്നുള്ള വാക്ക് മോശമായത് കൊണ്ടല്ല നമ്മൾ അവിടെ ഉപയോഗിക്കാത്തത്. കാരണം അത് ഉപയോഗിക്കാത്തതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, വ്യക്തികൾക്ക്, ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിപ്നോസിസിനോടുള്ള കാഴ്ചപ്പാട് മറ്റൊരു വിധത്തിലാണ്, അല്ലെ? ഇനി അതല്ലെങ്കിൽ ആ കാഴ്ചപ്പാടും കൂടി മാറ്റിയെടുത്ത് കൊണ്ടുവരേണ്ടി വരും. അത് അത്ര എളുപ്പമല്ല, അതിന് സമയമെടുക്കും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് അദ്ദേഹത്തിന് ഒരു റിലാക്സേഷൻ കൊടുക്കുക, പ്ലസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോ അവിടെ ഹിപ്നോസിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട, റിലാക്സേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇനി ചിലർ ചോദിക്കാറുണ്ട്, നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്ക് തന്നെയാണ്. പക്ഷെ പേഴ്സണലി ഞാൻ പറയുന്നത്, ഒരു സാധാരണ വ്യക്തിയോട്, അല്ലെങ്കിൽ നമുക്ക് വലിയ പരിചയമില്ലാത്ത ഒരു വ്യക്തിയോട് മെഡിറ്റേഷൻ എന്നുള്ള വാക്കും ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. അതിൻ്റെയും കാരണം മറ്റൊന്നുമില്ല, പലപ്പോഴും ചില വിശ്വാസങ്ങളുടെ ഒരു മൂടുപടം, അല്ലെങ്കിൽ ഒരു ബാനർ അതിന് വരുന്നുണ്ട്, ഈ മെഡിറ്റേഷൻ എന്നുള്ള വാക്കിന്. മനസ്സിലായോ? അല്ലെങ്കിൽ അത് സന്യാസിമാർ ചെയ്യുന്നതാണ്, അത് സ്പിരിച്വൽ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്നതാണ്, ഇങ്ങനെയൊക്കെ കുറേ ധാരണകളുണ്ട്. അപ്പൊ അതുകൊണ്ട് മെഡിറ്റേഷൻ എന്നുള്ള വാക്കും തൽക്കാലം മാറ്റി നിർത്താം. നമുക്ക് റിലാക്സേഷൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും റിലാക്സേഷൻ. അതായത് ഇവിടെ ആവശ്യക്കാരൻ നിങ്ങളാണ്, നമ്മുടെ മുന്നിലുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു ധാരണ നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കുകയാണ്, അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ് ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഒരു ധാരണ അവരിലേക്ക് കൊണ്ടുവരണം. അതല്ലാതെ ഞാൻ ഹിപ്നോസിസ് പഠിച്ചിട്ടുണ്ട്, എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്ന് തരുമോ എന്ന് ചോദിച്ചാൽ ഒരാളും ഇരുന്ന് തരില്ല. അത്രയൊന്നും റിസ്ക് എടുക്കാൻ ആരും തയ്യാറാവില്ല. അത്രയൊക്കെ വിശാല മനസ്കരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ കുറവായിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം ആവശ്യം നിങ്ങളുടേതാണ്, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഈ വിധത്തിലുള്ള ഒരു ധാരണയിലേക്ക്, ഈ വിധത്തിലുള്ള ഒരു സമീപന രീതിയിലേക്ക് വേണം നമ്മൾ വ്യക്തികളെ കൊണ്ടുവരാൻ. മനസ്സിലായോ? മാത്രമല്ല, അതിനുള്ള അറിവും കഴിവും എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ സംഭാഷണത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തണം. നമുക്കതിനു വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാം. അവരോട് പറയാം, കഴിഞ്ഞ ആഴ്ച എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മറ്റാൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇതുപോലെ കുറേ നാളായിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു. ഞാൻ ഇതുപോലെ ഒരു റിലാക്സേഷൻ ചെയ്തു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ നല്ല ഉറക്കമുണ്ട്, ഇന്നലെയും കൂടി അദ്ദേഹം വിളിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇവരില് സ്വാഭാവികമായിട്ട് നിങ്ങളോടുള്ള വിശ്വാസവും, എന്തു തന്നെയായാലും ഇതെനിക്കൊരു പരിഹാര മാർഗമാണ് എന്നുള്ള ഒരു ആശ്വാസവും തീർച്ചയായിട്ടും ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോൾ ആ വിശ്വാസം ആർജിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു വിശ്വാസം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും കൂടുതൽ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ശരിക്കും ആദ്യത്തെ 1-2 പ്രാവശ്യമേ നിങ്ങൾക്ക് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയേണ്ടതുണ്ടാവുള്ളൂ. പിന്നീട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ ധാരാളം സംഭവങ്ങൾ ഉണ്ടാകും, ധാരാളം വ്യക്തികളുടെ ധാരാളം സംഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധ്യത തന്നെയാണ്. ഇനി സെഷനിലേക്ക് കടക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെയും കഴിയുന്നിടത്തോളം സ്വാഭാവികമായിട്ടുള്ള വിധത്തിലായിരിക്കണം ഇടപെടലുകൾ. വളരെ സ്വാഭാവികമായിട്ടുള്ള, വളരെ സൗഹൃദപൂർണമായിട്ടുള്ള ഒരു ഇടപെടലായിരിക്കണം. അതായത് ഇത്രയും സമയം നമ്മൾ അവരോട് സംസാരിച്ചത് നല്ല ഒരു സുഹൃത്തിനോടെന്ന പോലെയാണ്, അല്ലെ? ഇനി അവരതിന് തയ്യാറായി, ഓക്കെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴേക്കും വേഷം മാറ്റേണ്ടതില്ല. അതുപോലെ തന്നെ അതേ സൗഹൃദ മനോഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരോട് സംസാരിക്കാം. നമുക്ക് അവരോട് പറയാം, ഒന്ന് നല്ല നല്ല സുഖമായിട്ടൊന്നിരിക്കൂ. നോക്ക്, നിങ്ങൾക്ക് വെള്ളം കുടിക്കാനോ മറ്റോ ഉണ്ടോ, അല്ലെങ്കിൽ വാഷ്റൂമിലോ മറ്റോ പോകണമെന്ന് തോന്നുന്നു, നമുക്ക് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുത്തേക്കാം കേട്ടോ, ഈ വിധത്തിൽ പറയാം. അതല്ലാതെ മറ്റു വിധത്തിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കണോ, നിങ്ങൾക്ക് വാഷ്റൂമിൽ പോകണോ, ഇത് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തേക്കും കേട്ടോ. നോ, പേടിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും, അല്ലെങ്കിൽ തന്നെ മനസ്സിനൊരു അസ്വസ്ഥതയുള്ള ഒരാളാണ്, ചിലപ്പോൾ ആകുലതകൾ ഉണ്ടാകും, ചിലപ്പോൾ ചില കാര്യങ്ങളോട് ഭയമുണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് നമ്മൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ, ആദ്യം നമ്മളോട് സംസാരിച്ചപ്പോ ഒരു സമാധാനം കിട്ടിയത് കൊണ്ടാണ് ഇനിയും തുടർന്നത് ഉണ്ടാകുമെന്ന് കരുതി അദ്ദേഹം അതിന് തയ്യാറാകുന്നത്.
അപ്പോഴേക്കും നമ്മൾ മറ്റൊരു മുഖഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹം അങ്ങനെ, അങ്ങനെയാണ് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടത്, നമുക്ക് അടുത്ത ആഴ്ച ചെയ്യാം, ഉണ്ടാവൂലേ എന്ന് നമ്മളോട് ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അദ്ദേഹം ബൈ ബൈ പറഞ്ഞു കളയും. അപ്പൊ അങ്ങനെ നിൽക്കരുത്. വളരെ സുഹൃത്ത് മനോഭാവത്തിൽ, സുഹൃത്ത് ഭാവത്തിൽ തന്നെ അവിടെയും നിലനിൽക്കേണ്ടതുണ്ട്. നമുക്ക് ചോദിക്കാം, വെള്ളം എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നുന്നുണ്ടോ, വാഷ്റൂമിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് ചിലപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുത്തേക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ തന്നെ പറയാം. അപ്പൊ ചിലപ്പോൾ അദ്ദേഹം പറയാം, എന്നാ പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചേക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന്. മറ്റേ വിധത്തിൽ പറഞ്ഞാൽ വാഷ്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ അതുവഴി വീട്ടിൽ പോയി കളയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ചെയ്യരുത്. വളരെ ശരി, വന്നു കഴിഞ്ഞാൽ ഒന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കൂ, ഒന്ന് കംഫർട്ടബിൾ, നല്ല കൂൾ ആയിട്ടിരിക്കും കേട്ടോ എന്ന് പറയും. പതിയെ മെല്ലെ ഒന്ന് കണ്ണടച്ച് വെക്കാമോ, ഒന്ന് കണ്ണടച്ചേ. ഓക്കെ, കണ്ണടയ്ക്കും. ശരി. ആ കാലൊക്കെ ഒന്ന് നേരി വെക്കൂ. നിങ്ങൾ നല്ല സുഖമായിട്ടിരിക്കണം കേട്ടോ. അതിനാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം പറയണം. അതല്ലാതെ നമുക്ക് വേണ്ടി ചെയ്യിക്കുന്നു, ആ കാലൊന്ന് അടുപ്പിച്ച് വെച്ച് ഇനി അനങ്ങരുത് കേട്ടോ, ഇനി ഞാൻ പറയുന്നത് മാതിരി ചെയ്യാവൂ. നത്തിങ്, നത്തിങ്. ഏറ്റവും ഏറ്റവും നല്ല വിധത്തിൽ, ഏറ്റവും അവർക്ക് സുഖകരമായ വിധത്തിൽ അവിടെ നിന്ന് തുടങ്ങണം, അവിടെ നിന്ന് തുടങ്ങണം. അവർക്ക് തോന്നണം, നിങ്ങൾ പറയാതെ തന്നെ അദ്ദേഹത്തിന് തോന്നണം, ഇദ്ദേഹമാണ് എനിക്ക് പറ്റിയ വ്യക്തി. ഞാൻ മറ്റേ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ, അല്ലെങ്കിൽ മറ്റേ ആളടുത്ത് പോയപ്പോൾ എന്തൊരു ധൃതിയായിരുന്നു, എങ്ങനെയാ എന്നോട് സംസാരിച്ചത്. അല്ല, ഏറ്റവും സുഖമായിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവണം. ആ വിധത്തിലായിരിക്കണം നമ്മുടെ ഓരോ പെരുമാറ്റവും, വാക്കുകളും, പ്രവൃത്തിയും, ഭാഷയും എല്ലാം, ശൈലിയും എല്ലാം ആ വിധത്തിലാകണം. നല്ലൊരു സുഹൃത്തിനോടെന്ന പോലെ ഏറ്റവും സൗഹൃദമായിട്ട്, ഏറ്റവും സൗഹൃദപൂർണ്ണം ആയിട്ട് പെരുമാറണം. അപ്പോൾ കണ്ണുകളൊക്കെ അടച്ചിരുന്നു. അതിനുശേഷം നമുക്ക് പറയാം, സാവധാനം ശ്വാസത്തിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇല്ല, വെറുതെ നിങ്ങൾ ശ്വാസം സാധാരണ ഉള്ളിലേക്ക് എടുക്കുന്നില്ലേ, അപ്പൊ അതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിട്ടേക്കൂ. സാവധാനം അതൊന്ന് തുടർന്നേ. ആ, ശരി. ഇതുപോലെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, മെല്ലെ തുടർന്നോളൂ. അതല്ലാതെ അവർ ശ്വാസം എടുക്കുമ്പോൾ അങ്ങനെയല്ല, അങ്ങനെയല്ല, ഞാൻ പറയുന്ന മാതിരി ചെയ്യണം കേട്ടോ. നോ, ഇങ്ങനെ തന്നെയാണ്. അവർക്ക് നമ്മൾ അംഗീകാരങ്ങൾ കൊടുക്കണം, അംഗീകാരങ്ങൾ കൊടുക്കണം. നിങ്ങൾക്കറിയോ, അംഗീകാരങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു അംഗീകാരങ്ങൾ കൊടുത്താൽ തന്നെ വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ട് നമ്മളോട് ഒരു ആകർഷണം ഉണ്ടാകും, നമ്മളോട് ചേർന്ന് നിൽക്കാൻ തോന്നും. അതല്ലാതെ ഇവിടെയല്ല, ഇങ്ങനെയല്ല ശ്വാസം എടുക്കേണ്ടത്, നോക്ക്, ഞാൻ പറയുന്ന പോലെ ശ്വാസം എടുക്കണം കേട്ടോ. അപ്പൊ എന്താ, നമ്മൾ അവരിൽ ആധിപത്യം സ്ഥാപിക്കുന്നതായിട്ടുള്ള ഒരു ധാരണ അവർക്ക് വരും. അപ്പൊ ഇവിടെ എല്ലാം അവർക്ക് പരമാവധി സപ്പോർട്ടീവായിട്ടുള്ള വിധത്തിലായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ വിധത്തിലായിരിക്കണം, ആ വിധത്തിൽ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തേ, മെല്ലെ പുറത്തേക്ക് വിട്ട്, അങ്ങനെ തന്നെ. യെസ്, അതുപോലെ തന്നെ മെല്ലെ മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തേ. ഇനി ഈ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നില്ലേ, അത് ഒന്ന് മനസ്സുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കൂ. മെല്ലെ ശ്വാസം ഇങ്ങനെ മൂക്കിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, അത് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നത്, ശ്വാസകോശങ്ങളിൽ സാവധാനം ഈ ശ്വാസം വായുവെല്ലാം നിറയുന്നത്, അത് മെല്ലെ വീർത്ത് വരുന്നത്, സാവധാനം വീർത്ത് വരുന്നത്, പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അത് മെല്ലെ ചുരുങ്ങുന്നത്, മൂക്കിലൂടെ ശ്വാസം സാവധാനത്തിൽ പുറത്തേക്ക് പോകുന്നത്, ഇതെല്ലാം മനസ്സുകൊണ്ടൊന്ന് കണ്ട്, ഭാവനയിൽ കണ്ട് സങ്കല്പിച്ച് ഒന്ന് അനുഭവിച്ചറിയാൻ ശ്രമിക്കൂ. അപ്പൊ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വാക്കുകള്, ഉൾക്കൊള്ളാൻ പറ്റുന്ന ശൈലി, ഭാഷ, ഇതെല്ലാം ആയിരിക്കണം. ഒരുപക്ഷെ ഒരു ശരാശരി വ്യക്തിയാണ്, അദ്ദേഹത്തിന് ശ്വാസകോശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അങ്ങനെയാണ്, നമുക്കറിയാമല്ലോ, അവരോട് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് അറിയാമല്ലോ ഏകദേശം എന്തായിരിക്കും അവരുടെ ഒരു നിലവാരം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്ന് നമുക്കൊരു സംശയമെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ ശ്വാസകോശം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട. ശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, ഉള്ളിലേക്കെന്നേ നമ്മൾ പറയുന്നുള്ളൂ, അതെവിടേക്ക് എന്ന് പോലും പറയുന്നില്ല. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, സാവധാനം അത് പുറത്തേക്ക് പോകുന്നത്, ഇതെല്ലാം മനസ്സുകൊണ്ടൊന്ന് കണ്ടേ. ഓരോ ശ്വാസവും സാവധാനം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ സുഖമായിട്ട് വരുന്ന, വളരെ സുഖകരമായ അവസ്ഥയിലേക്ക് വരുന്നത് ഒന്ന് അനുഭവിച്ചറിഞ്ഞേ. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സുഖവും സമാധാനവും അനുഭവപ്പെടുന്നത് ഒന്ന് മനസ്സിലാക്കൂ, ഒന്ന് തിരിച്ചറിയൂ. ഈ വിധത്തിൽ ഏറ്റവും സൗഹൃദപൂർണമായിട്ട് അവരോട് സംസാരിക്കുക.
അതിന് അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം, അടുത്ത ഘട്ടം നമുക്കറിയാം. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 1-2 മിനിറ്റ് പോയി കഴിഞ്ഞാൽ അവരുടെ മുഖഭാവങ്ങളെല്ലാം നോക്കുക. നമ്മൾ പൂർണ്ണമായിട്ടും അവിടെ മാത്രമായിരിക്കുക. അതല്ലാതെ ഇദ്ദേഹം കണ്ണടച്ച് ശ്വാസം എടുക്കാൻ തോന്നുമ്പോൾ തുടങ്ങുന്ന സമയത്ത് മൊബൈൽ എടുത്ത് ആരെല്ലാം വാട്സപ്പ് അയച്ചിട്ടുണ്ട്, ആരേതെല്ലാം കോളുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ FB ഒന്ന് നോക്കിയിട്ട് വരാം, അതിലേക്ക് ഒന്നും പോകരുത്. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ അവിടെ മാത്രമായിരിക്കണം. അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിൽ എത്രമാത്രം വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്, എന്തുമാത്രം ഭാവവ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ട്, ഇത് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ സജഷൻ ഒരു വഴിക്ക് പോകും, അദ്ദേഹം വേറൊരു വഴിക്ക് പോകും. അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു നിർദ്ദേശങ്ങൾ പോലും ആ വ്യക്തിയിൽ എന്തെല്ലാം വിധത്തിലാണ് മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത്. നമ്മൾ പറയാണ്, ഓരോ ശ്വാസവും നിങ്ങളെ കൂടുതൽ സമാധാനത്തിലേക്ക് നയിക്കുന്നത് അനുഭവിക്കൂ. അപ്പൊ അവരുടെ മുഖഭാവങ്ങളിൽ ആ സമാധാനം പ്രതിഫലിക്കുന്നുണ്ടോ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം. അതിന് സൂക്ഷ്മതലത്തിലുള്ള നിരീക്ഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. ചെയ്യണം. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ശരി, വളരെ നന്നായിട്ടുണ്ട്. ഇനി ശക്തമായിട്ട് ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നെഞ്ചിലൊന്ന് ഹോൾഡ് ചെയ്തേ. നെഞ്ചിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചേ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇനി സാവധാനത്തിലൊന്ന് പുറത്തേക്ക് വിട്ടേ. അല്ലാതെ നെഞ്ചിൽ ശക്തമായിട്ട് പിടിച്ചേ. ഞാൻ പറയുന്നത് വരെ പിടിക്കണേ. ഇനിയൊന്ന് പുറത്തു വിട്ടേ. നത്തിങ്. അങ്ങനെയല്ല. അവർക്ക് ഏറ്റവും സുഖകരമായിട്ട് ശ്വാസം ശക്തമായിട്ട് ഉള്ളിലേക്ക് എടുത്ത് നെഞ്ചിലൊന്ന് ഹോൾഡ് ചെയ്തേ. യെസ്, അങ്ങനെ തന്നെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് മതി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 3 സെക്കൻഡായി, അല്ലെങ്കിൽ 4 സെക്കൻഡായി. ഇനി സാവധാനത്തിൽ അത് പുറത്തേക്ക് വിട്ടേ. സാവധാനത്തിൽ പുറത്തേക്ക് വിട്ടേ. ഇനി ഒരു പ്രാവശ്യം കൂടി ശ്വാസം ശക്തമായിട്ട് നേരത്തെ പോലെ ഉള്ളിലേക്ക് എടുത്ത് നെഞ്ചിൽ ഹോൾഡ് ചെയ്തേ. യെസ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ. യെസ്, വെരി ഗുഡ്. ഇനി സാവധാനത്തിൽ പുറത്തേക്ക് വിട്ടേ. ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്യിക്കുക. അതിനുശേഷം അവരോട് പറയുകയാണ്, വെരി ഗുഡ്. ഇനി നല്ല ശക്തമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഒന്ന് വേഗത്തിൽ പുറത്തേക്ക് വിടൂ. ഇങ്ങനെ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആവർത്തിച്ചേ. യെസ്, അങ്ങനെ തന്നെ. ഇനി ഒരു 2-3 പ്രാവശ്യം അങ്ങനെ എടുത്തേ. 2-3 പ്രാവശ്യം അങ്ങനെ എടുത്തേന്ന് പറയുന്ന സമയത്ത് നമുക്ക് കൗണ്ട് ചെയ്ത് കൊടുക്കാം. 1, 2, 3, 4, 5, ഈ വിധത്തില്. അത് 6, 7 വരെ, 10 വരെ അങ്ങോട്ട് പോവാം. നമ്മൾ അവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? 2-3 പ്രാവശ്യം എടുത്തേന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവർ നിർത്തില്ല, അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ നിർദ്ദേശങ്ങളെ പിന്തുടരാനുള്ള ഒരു പ്രവണത അവർ പോലും അറിയാതെ അവരിൽ സംജാതമായിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ അവരത് തുടരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അധികം സസെപ്റ്റബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾക്കറിയാം, നമ്മൾ ശ്വാസം അവരോട് ഒന്ന് നന്നായിട്ട് സേഫായിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറയുന്നത് അവർ ഫോളോ ചെയ്ത് തുടങ്ങുന്നത് മുതൽ നമ്മുടെ നിർദ്ദേശങ്ങളെ ഉപാധികളില്ലാതെ സ്വീകരിക്കാനുള്ള, അംഗീകരിക്കാനുള്ള, പിന്തുടരാനുള്ള ഒരു മാനസികാവസ്ഥ അവരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരീരമെല്ലാം നല്ല ഫ്രീ ആക്കി വെക്കാൻ പറഞ്ഞപ്പോൾ അവർ വെച്ചു. കണ്ണുകൾ സാവധാനം അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ അടച്ചു. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്തു. അടുത്ത 2ാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ശ്വാസം ശക്തമായിട്ട് ഉള്ളിലേക്ക് എടുത്ത് നെഞ്ചിൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ഹോൾഡ് ചെയ്തു. പുറത്തേക്ക് വിടാൻ പറഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് വിട്ടു. ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ശക്തമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് വിടാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം നിങ്ങളുടെ നിർദ്ദേശങ്ങളെ അവർ ഉപാധികളില്ലാതെ ഫോളോ ചെയ്യാണ്, ഉപാധികളില്ലാതെ പിന്തുടരുകയാണ്. അതല്ലാതെ എന്തിനാ ഞാനിപ്പോൾ ശ്വാസം എടുക്കുന്നത്, എന്തിനാ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവിടെ സസെപ്റ്റബിലിറ്റി വർദ്ധിക്കും. 1. 2,
ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, മറ്റേതെങ്കിലും വിധത്തിലുള്ള ചിന്തകള്, മറ്റേതെങ്കിലും വിധത്തിലുള്ള ഫയലുകള് അവിടെ ഓപ്പണായി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവര് പോലും അറിയാതെ ഓരോന്നോരോന്നായിട്ട് ക്ലോസ് ആകും. നമ്മുടെ നിർദ്ദേശങ്ങളിലേക്ക് മാത്രമായിട്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ വരും. മനസ്സിലായല്ലോ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, വളരെ കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ അത്രമാത്രം അത്ഭുതകരമായിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത്രമാത്രം അത്ഭുതകരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ബ്രീത്തിങ് കഴിഞ്ഞു. ബ്രീത്തിങ് കഴിഞ്ഞാല് നമുക്കറിയാം, ഒരു പേനയോ എന്തെങ്കിലും ഒരു സംഗതി എടുത്തിട്ട് ഈ പുരിക മധ്യത്തിൽ നിന്ന് ഒരല്പം ഉയർത്തി, എന്നാൽ നെറ്റിയിൽ സ്പർശിക്കേണ്ട ഈ വിധത്തിൽ വെച്ചു കൊടുത്തിട്ട്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നമ്മുടെ പ്രാക്ടിക്കൽ സെഷനുകളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും ഇത് ഇവിടെ കൊണ്ടുവയ്ക്കും. ഇവിടെ കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക? രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. എന്തായാലും ഇത് കാണാൻ പറ്റില്ല, ഇത്രയും ഉയർത്തി വെക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ കഴുത്ത് ഇങ്ങനെ ഉയർത്തും, അല്ലെ? അതിന്റെ ആവശ്യമില്ല. കഴുത്ത് ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് കഴുത്തിന് സ്ട്രെയിൻ വരും. അപ്പൊ അവരുടെ ശ്രദ്ധ പോകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, എന്തായാലും ഇവിടെ വെച്ചാൽ അവർക്ക് നോട്ടം എത്തില്ല. അപ്പൊ ഇത്തിരി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നോട്ടം വേറെ ദിശകളിലേക്ക് പോകും. അതുകൊണ്ട് ഈ സ്ഥാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, കൃഷ്ണമണികൾ മുകളിലേക്ക് കിട്ടണം. അതിന് ഏറ്റവും ഉചിതം അവർക്ക് കാണത്തക്ക വിധത്തിൽ കൃഷ്ണമണികൾ മുകളിലേക്ക് ഉയർത്തിയ കാണത്തക്ക ഒരു സ്ഥാനത്ത് തന്നെ ആയിരിക്കണം. നമ്മളെ പേനയായാലും ശരി, വിരലായാലും ശരി, അല്ലെങ്കിൽ ഈ പേനയില്ല നമ്മുടെ കയ്യിൽ, അങ്ങനെയാണ് വിരൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു കീയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സ്കൂട്ടറിന്റെയോ കാറിന്റെയോ കീ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇതിലേക്ക് നോക്കിക്കൊള്ളാൻ പറയും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിധത്തിൽ അതിനുവേണ്ടി ഒരു എക്യുപ്മെന്റ് ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമില്ല. ഒരു പ്രത്യേക ഷേപ്പിലെ ഒരു സംഗതിയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഗംഭീരമായിരിക്കും. കാരണം ഇതിൽ വിശ്വാസത്തിന്റെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം വിചാരിക്കും, ഇതെന്തോ വലിയ സംഭവമാണ്, ഇത് വെച്ചിട്ടാണ് പണി എന്ന് വിചാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകളാ, കുഞ്ഞു കുഞ്ഞു സംഗതികളാ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേപ്പിലും മോഡലിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ശൈലി ഉപയോഗിച്ച്, നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ട്, അതിഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അത് ചെയ്യുക. പിന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അപ്പൊ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആ വ്യക്തിക്ക് ഉചിതമായ വിധത്തിലായിരിക്കണം നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരല്പസമയം കൃഷ്ണമണികൾ മുകളിലേക്ക് പിടിക്കുമ്പോൾ കൺപോളകളിൽ സ്ട്രെയിൻ വരും. കൺപോളകൾ ചെറുതായിട്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങും. ആ വിറയിൽ കാണുന്ന സമയത്ത് അവിടെ നിർദ്ദേശം കൊടുത്തേക്കണം, ശക്തമായ ഭാരം കാരണം നിങ്ങളുടെ കൺപോളകൾ വിറയലോടുകൂടി അടയുവാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ശക്തമായ ഭാരം കാരണം നിങ്ങളുടെ കൺപോളകൾക്ക് വിറയൽ അനുഭവപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയോ? സ്വാഭാവികമായിട്ടും ഈ വിറയല് അവിടെ ഉണ്ടാകുന്നതാണ്. പക്ഷെ നമ്മൾ അത് കണ്ടറിഞ്ഞിട്ട് കൃത്യസമയത്തിന് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ എന്താ ധരിക്കുക? ഇദ്ദേഹം നിർദ്ദേശം തന്നപ്പോഴാണ് എൻ്റെ ഐലിപ്സ്, കൺപോളകള് വിറയ്ക്കാൻ തുടങ്ങിയത്. അതായത് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങള് എന്നിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ പോയിന്റ് മനസ്സിലായോ? പിന്നീട് അവരിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും കുറച്ച് കഴിഞ്ഞ് സാവധാനം അടയാൻ തുടങ്ങും. അപ്പോൾ ആ സജഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്തി നമ്മൾ കൊടുക്കുകയാണ്. കൺപോളകൾ ശക്തമായ ഭാരം കാരണം അല്ലെങ്കിൽ അഗാധമായ വിശ്രമം കാരണം സാവധാനത്തിൽ അടയുവാൻ തുടങ്ങിയിരിക്കുന്നു. മോഡുലേഷൻ വളരെ പ്രാധാന്യമുണ്ട്. സാവധാനത്തിൽ അടയാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ല, പിന്നെയോ സാവധാനത്തിൽ അടയുവാൻ തുടങ്ങിയിരിക്കുന്നു. ഈ നിർദ്ദേശം കേട്ടാൽ, അല്ലെങ്കിൽ അതിന്റെ മോഡുലേഷനിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നവൻ കൂടി വിട്ടുകൊടുക്കണം. ആ വിധത്തിലായിരിക്കണം മോഡുലേഷൻ. അല്ലാതെ ചലഞ്ച് ചെയ്യേണ്ട, എന്നാ പിന്നെ ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് ചലഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കി കൊടുക്കരുത്. അത്ര മോഡുലേഷൻ വേണം, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡുലേഷൻ അവിടെ വേണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ വിധത്തില് നിർദ്ദേശങ്ങൾ കൊടുത്ത് സാവധാനം താഴേക്ക് കൊണ്ടുപോവുക. കാൽപാദം വരെ എത്തിക്കുക. കാൽപാദത്തിൽ നിന്ന് ശിരസ് വരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരിക. ആ സമയത്ത് അവർക്ക് നിർദ്ദേശം കൊടുക്കാം, ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെയധികം ശാന്തമായി കഴിഞ്ഞിരിക്കുന്നു. ശരീരം സുഖകരമായ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ശാന്തത, സമാധാനം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്
അവർക്ക് എന്താണോ കൂട്ടത്തിൽ വേണ്ടത്, അവർക്ക് ശാന്തതയാണ് എങ്കിൽ അത്, അതല്ല സമാധാനമാണെങ്കിൽ അത്, ഇനി ആത്മവിശ്വാസമാണ് വേണ്ടതെങ്കിൽ അത്, നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുക, കൂട്ടത്തിൽ കൊടുക്കണം. ഇപ്പോൾ കൈവന്നിരിക്കുന്ന ശാന്തത, സമാധാനം, ആത്മവിശ്വാസം, ഇവയെല്ലാം ഈ വിശ്രമത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാലും ഇതേപടി നിലനിർത്തുവാനും വരുന്ന ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സജഷൻ നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടാകണം, നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടാകണം. അതിന് കാരണം എന്താന്ന് പറഞ്ഞാല്, നമുക്കറിയാം അതല്ല എങ്കിൽ ഒരുപക്ഷെ ഇവർ ഉണർന്നു വരുമ്പോ അതിന്റെ തീവ്രത കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുമല്ലെങ്കിൽ അടുത്ത ദിവസം, അന്ന് രാത്രി അവർ പോയി കിടന്ന് ഉറങ്ങുമല്ലോ, അവിടെ ഉറങ്ങി ഉണർന്നു കഴിയുമ്പോഴേക്കും ഇത് കൈവിട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നിർബന്ധമായിട്ട് നിർദ്ദേശം കൊടുക്കണം. ഈ വിശ്രമത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാലും ഇത് ഇതേപടി നിലനിർത്തുവാനും ഓരോ ദിവസം കഴിയും തോറും വർദ്ധിപ്പിക്കുവാനും സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് സമാധാനത്തിൽ അല്പം സമയമെടുത്തുകൊണ്ട് തന്നെ അവരെ ഉണർത്തിക്കൊണ്ടുവരിക. ഇത് വ്യക്തികളിലെ അത്യത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിപ്പിക്കും. ഈ വിധത്തിൽ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം കൂടി, അവരെ ഹിപ്നോസിസിൽ നിന്ന് ഉണർത്തി കഴിഞ്ഞു എന്നിരിക്കട്ടെ, ഉണർന്നു, അവർ കണ്ണു തുറന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ വല്ല മാറ്റവും ഉണ്ടോ? നിങ്ങളുടെ വിഷമമൊക്കെ മാറിയോ? നിങ്ങളുടെ സങ്കടത്തിന് വല്ല കുറവും വന്നോ? നത്തിങ്. ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളും അവിടെ ചോദിക്കരുത്. കാരണം മനസ്സാശയക്കുഴപ്പത്തിലാകും. മാത്രമല്ല, അവർ കണ്ണ് തുറന്നാൽ പോലും, ആ വിശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് കണ്ണുകൾ തുറന്നാൽ പോലും അവരപ്പോഴും ഒരു സെമി കോൺഷ്യസ് സ്റ്റേറ്റിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ബോധതലം ഒരല്പം കുറഞ്ഞ അവസ്ഥ തന്നെയായിരിക്കും. അവർ പൂർണ്ണബോധത്തിലേക്ക് വരാൻ അല്പസമയം എടുക്കും. അതിനർത്ഥം എന്താ? സബ് കോൺഷ്യസ് ഓപ്പൺ ആയിരിക്കും. സബ് കോൺഷ്യസ് ഓപ്പൺ ആയിരിക്കും. സബ് കോൺഷ്യസ് ഓപ്പൺ ആയിരുന്ന എന്താ സംഭവിക്കുക? നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങളെ പേടി കുറഞ്ഞോ? ഇപ്പൊ ഭയം കുറഞ്ഞോ? ഇപ്പൊ നിങ്ങളുടെ ആ വിഷമം മാറിയോ? അപ്പൊ ഇവിടെ ഭയം, വിഷമം തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും അകത്തേക്ക് കയറും, അല്ലെ? സോ നമുക്ക് അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. നമുക്ക് അങ്ങോട്ട് പറയാം, ഇപ്പൊ നല്ല ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, യെസ്. ഇപ്പൊ നല്ല സമാധാനം തോന്നുന്നുണ്ട്. നല്ല സമാധാനം തോന്നുന്നുണ്ട്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ആത്മവിശ്വാസം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഈ വിധത്തിൽ പോസിറ്റീവായിട്ട് മാത്രം നിർദ്ദേശം കൊടുക്കും. അതുപോലെ തന്നെ ഹിപ്നോസിസിന് അവർ വിധേയമായിരിക്കുന്ന സമയത്തും പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുക്കാവൂ. ഒരു ഉദാഹരണത്തിന്, ഹയർ ലെവൽ ക്ലാസ്സുകളിൽ ഞാൻ പൊതുവിൽ പറയുന്ന കാര്യമാണ്, പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ പറയാം. ഉദാഹരണത്തിന്, ഇപ്പൊ ഒരാൾക്ക് ഒരു പേടിയാണ്, അദ്ദേഹം പറയും എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ നിങ്ങളുടെ ഭയം മാറുന്നുവെന്നോ, ഭയം മാറിക്കഴിഞ്ഞുവെന്നോ, പേടി മാറിക്കഴിഞ്ഞുവെന്നോ ഒരു കാരണവശാലും നിർദ്ദേശം കൊടുക്കരുത്. പിന്നെയോ, നിങ്ങളുടെ ധൈര്യം നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ധൈര്യം നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ വിഷമാവസ്ഥയിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമവും, എല്ലാ സങ്കടവും മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നോ, മാറിക്കൊണ്ടേയിരിക്കുന്നുവെന്നോ, നോ 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 നോ, അങ്ങനെയല്ല. പിന്നെയോ, നിങ്ങളുടെ മനസ്സ് കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സന്തോഷവും സമാധാനവും കൈവന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ എല്ലാം രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നിർദ്ദേശങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പോസിറ്റീവായിരിക്കണം, പോസിറ്റീവ് മാത്രമായിരിക്കണം. രണ്ട്, ഈ നിർദ്ദേശങ്ങൾ കഴിയുന്നിടത്തോളം പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിൽ കൊടുക്കണം. പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിൽ, അതായത് നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷം അല്ലെങ്കിൽ സമാധാനം കൈവന്നിരിക്കുന്നു എന്നുള്ളതല്ല, കൈവന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇപ്പോഴും വന്നിട്ടുണ്ട്, ഇനിയും അത് ഏത് എക്സ്ട്രീം ലെവൽ വരെ വേണമെങ്കിലും ഉയർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വിധത്തിൽ വേണം കൊടുക്കാൻ. അതിന് കാരണങ്ങളുണ്ട്, അത് പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പോസിറ്റീവായിട്ട് കൊടുക്കണം, പിന്നെ പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിൽ കൊടുക്കണം. അതുപോലെ പല പ്രാവശ്യം ആവർത്തിച്ച് കൊടുക്കണം. ഈ വിധത്തിൽ കൊടുത്ത് അവരെ ഉണർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വിധത്തിലുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ അവർക്ക് മുല്ലപ്പൂവിന്റെ മണം കിട്ടുന്നുണ്ടോ, ഞാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ സാധിക്കുന്നുള്ളൂ തുടങ്ങിയ ചലഞ്ചുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, അതിനൊക്കെ കൂടുതൽ സമയമെടുക്കും. നിങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് പരിചയപ്പെട്ട് വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് പെട്ടെന്ന് കഴിയണം.
രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവരെത്രമാത്രം വിശ്വസിച്ചു, എത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു പക്ഷേ അവരുടെ കോൺഷ്യസ് നല്ല അലേർട്ടായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കൺപോളകൾ തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒരുപക്ഷെ ഈ ബോധത്തോടു കൂടിയിരിക്കുന്ന കോൺഷ്യസ് കൺപോളകൾ തുറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപക്ഷെ അവിടെ കുറഞ്ഞു പോകും. ഹയർ ലെവൽ ട്രെയിനിങ്ങുകളിലേക്കൊക്കെ വരുമ്പോൾ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അതവിടെ വരുമ്പോഴല്ലേ. പക്ഷെ ഇപ്പോ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ട് ടെസ്റ്റുകൾക്കൊന്നും അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടത് റിലാക്സേഷൻ ആണ്. അത് മാത്രം തൽക്കാലം കൊടുക്കൂ. മാത്രമല്ല, കുറച്ച് പേരെ എങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നിങ്ങൾക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സജഷൻ കൊടുക്കാൻ പറ്റും. വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സജഷൻ കൊടുക്കാൻ പറ്റും. വാക്കുകൾ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി വരും. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി വരും കൃത്യമായിട്ട്. അപ്പോൾ അതിനുശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ഈ വിധത്തിലുള്ള ടെസ്റ്റുകൾക്ക് എല്ലാം മുതിരാം. അതുവരെ അത്തരം കാര്യങ്ങൾക്ക് ഒന്നും മുതിരേണ്ടതില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് കൊടുക്കുക. മനസ്സിലായോ? അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നല്ല ഒച്ചത്തിൽ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു റിലാക്സ്ഡ് മോഡിലേക്ക് പോകാനുള്ള സാധ്യത കുറഞ്ഞു പോകും. നോക്ക്, നമ്മൾ പലരും ഉറങ്ങാൻ സമയത്ത് പാട്ട് വെച്ചിട്ട് ഉറങ്ങാറുണ്ട് അല്ലെ? പാട്ട് കേട്ടുറങ്ങാറുണ്ട്. അത് എത്ര നല്ല പാട്ടാണെങ്കിലും ഒരു ഹൈ വോളിയം വെച്ചിട്ട് നിങ്ങൾ കിടന്ന് നോക്ക്, ഉറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ? അപ്പോ വോളിയം നമുക്ക് കേൾക്കാൻ മാത്രം ഒരു പതിഞ്ഞ ശബ്ദത്തിൽ, സാധാരണ അങ്ങനെ തന്നെയല്ലേ പാട്ട് വെച്ചിട്ട് ഉറങ്ങുന്ന, നമുക്ക് കേൾക്കാൻ പാകത്തിനുള്ള ഒരു മിനിമം വോളിയത്തിലാണ് വെക്കുന്നത്. അതങ്ങനെ കണ്ടീഷൻഡ് ആണ് നമ്മുടെ ബ്രെയിൻ, രജിസ്റ്റർ ആണ് നമ്മുടെ ബ്രെയിൻ. മാത്രമല്ല, ശബ്ദം കൂട്ടി പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് കേൾക്കാൻ പറ്റണം, വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റണം. ആ വിധത്തില് ശബ്ദം ക്രമീകരിച്ചു കൊടുക്കണം. വലിയ ശബ്ദത്തിൽ കൊടുക്കാൻ പാടില്ല. വലിയ ശബ്ദത്തിൽ കൊടുത്താൽ ഹിപ്നോസിസിലേക്ക് പോകില്ലേ എന്ന് ചോദിച്ചാൽ പോകും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ സാധ്യതയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ഏറ്റവും ഇഫക്റ്റീവായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു വ്യക്തിയെ ഹിപ്നോസിസിന് വിധേയമാക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്, ഏറ്റവും ചെറിയ ശബ്ദത്തിൽ. മാത്രമല്ല, ചെറിയ ശബ്ദത്തിൽ കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളെ പരമാവധി ശ്രദ്ധിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രവണത കൂടി വരും. നിങ്ങളിപ്പോ ഞാൻ പറയുന്നതിന് വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ കൂളായിട്ട് നിന്ന് കേൾക്കുകയാണ് അല്ലെ? ഞാൻ എൻ്റെ ശബ്ദം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് എന്നെ മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വരും. നിങ്ങൾ അറിയാതെ തന്നെ ഒരു പ്രവണത ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രവണത വന്നാൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ, പൂർണ്ണമായിട്ടുള്ള ഏകാഗ്രത എന്നിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹിപ്നോസിസിന് വിധേയമാകാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും ഒരു വ്യക്തിയെ വളരെ എളുപ്പത്തിൽ ഹിപ്നോസിസിന് വിധേയമാക്കാം. പിന്നെ വേണ്ടത്ര സമയം കൊടുക്കണം. നമ്മൾ 10 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റോ, ചില കേസിൽ ഒരല്പം സമയം കൂടി എടുത്താലും സാരില്ല. ആവശ്യത്തിനുള്ള സമയം നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. അതുപോലെ പ്രൊഫഷണലി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ അപ്പുകൾ വേണം. ഇനി അതല്ല, ഇതുപോലെ നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെട്ടു, ചെയ്തു, അദ്ദേഹം പറയാൻ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, എന്താണെന്നറിയില്ല, നെഞ്ചിലൊന്നൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നുണ്ട്, ഭയങ്കര സുഖം തോന്നുന്നുണ്ട്, ശരീരത്തിനൊന്നും ഭാരമില്ലാത്ത ഒരു അവസ്ഥ തോന്നുന്നുണ്ട്, വലിയ സമാധാനം തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് പറയാം, ഒരു കാര്യം ചെയ്യൂ, പറ്റുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഒന്നുകൂടി വന്ന് കാണൂ. എൻ്റെ വീട് ഇവിടെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് ഇവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഇന്ന സ്ഥലത്ത് നിന്ന് എന്നെ കാണാം, ഒരു ദിവസം വന്ന് കാണും. നമുക്കിത് കുറച്ച് ദിവസം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടുമെന്നുള്ളത്. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്താ കാര്യമെന്ന് അറിയുമോ? നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ റീസെറ്റിംഗ് സംഭവിക്കുമെന്ന്. അപ്പൊ നമ്മളിത് പറയാത്ത പക്ഷം ഇദ്ദേഹത്തിന് എന്താ പറ്റുക? ഒരാഴ്ചയോ 2 ആഴ്ചയോ ഈ സമാധാനം അവിടെ നിലനിൽക്കും. വീണ്ടും അദ്ദേഹം പഴയ മാതിരി ആയിപ്പോവും. അദ്ദേഹം നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. മറ്റതങ്ങനെയല്ല. ഒരല്പം സമാധാനം കുറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഉറക്കം ഒന്ന് കുറയുമ്പോൾ തന്നെ അദ്ദേഹം ആലോചിക്കും, ആ സുഹൃത്ത് പറഞ്ഞതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് കാണണം, അല്ലെങ്കിൽ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ബോധം, അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് അവരിലുണ്ടാകും. അവർ തീർച്ചയായിട്ടും നിങ്ങളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യും.
മനസ്സിലായോ? മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറയും, എനിക്കിങ്ങനെ ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് ഒരു റിലാക്സേഷൻ നിന്ന് ഇപ്പൊ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. മറ്റേ ആൾ ഇത് തിരഞ്ഞെടുക്കുക, ഇത് ആരെടുത്താ ഒന്ന് പോവാന്ന് വെച്ചിട്ട്. അപ്പൊ അദ്ദേഹം നിങ്ങളെ തിരഞ്ഞു വരും, നിങ്ങളെ വിളിക്കും. അപ്പൊ ഇങ്ങനെ ആ, നമുക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാകും. അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഹിപ്നോസിസിന്റെ മറ്റൊരു വലിയ സാധ്യത അല്ലെങ്കിൽ ഒരു വലിയ മനോഹാരിത എന്ന് ഞാൻ പൊതുവിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റൊരാൾക്ക് ഒരു സെഷൻ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ശാന്തതയും സമാധാനവും ഒക്കെ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഓട്ടോ സജഷൻസ് ആയിട്ട് നമുക്കും കിട്ടും, നമ്മളെയും ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഓരോ സെഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ എനർജറ്റിക് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സമാധാനവും ശാന്തതയും ആത്മവിശ്വാസവും എല്ലാം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് വളരെ വലിയൊരു സാധ്യത തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പൊതുവിൽ പറയാനുള്ളത്. കിട്ടുന്ന ഓരോ അവസരങ്ങളും ഗംഭീരമായിട്ട് ഉപയോഗിക്കുക. പിൻവലിഞ്ഞ് നിൽക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ കഴിവുകളെയും അറിവുകളെയും പരമാവധി പുറത്തേക്ക് കൊണ്ടുവരണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നോക്ക്, നമ്മൾ ഈ വെബിനാറാണ്, നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കംഫർട്ട് സോണിലായിരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ വരാൻ പറഞ്ഞു, പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമേ വീഡിയോയിൽ വന്നിട്ടുള്ളൂ. ഈ വീഡിയോയിൽ വരാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ പറയാൻ പറ്റും. മനസ്സിലായി? നിങ്ങൾ ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ആ ഇത് ഇന്നയാളാണ്, ഇന്ന ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് ഇന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്, ആ എന്നാൽ അത് റിലേറ്റ് ചെയ്തൊരു കാര്യം പറയാം, അല്ലെങ്കിൽ ആ സംശയമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ഇങ്ങനെ മനസ്സിലായോ? കൂടുതൽ ഇപ്പൊ ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, എൻ്റെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും? ഇനി രണ്ടാമത്തെ അതിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാം സൊസൈറ്റിയിലേക്ക് ഇറങ്ങേണ്ടവരാണ്, പിന്തിരിഞ്ഞ് നിൽക്കേണ്ടവരല്ല, ഒളിച്ചു നിൽക്കേണ്ടവരല്ല. അപ്പൊ അതിനുള്ള ഒരു പ്രാക്ടീസ് കൂടിയായിരിക്കണം ഇവിടെ. ഇവിടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നത്? എങ്ങനെയാണ് ഒരാളോട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാൻ പറ്റുക? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനെല്ലാമുള്ള ഒരു പരിശീലനം കൂടിയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോയിലെങ്കിലും ഒരാളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് നേരിട്ട് സംസാരിക്കാൻ പറ്റുക? അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കുക. ഇതെല്ലാം നമുക്കുള്ള അവസരങ്ങളാണ്. ഉം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അതിനെ കാണുക. നമ്മുടെ വെബിനാറുകളിലെല്ലാം വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ഏറ്റവും സുഖമായിട്ട് സന്തോഷമായിട്ട് പരസ്പരം കണ്ട് സംസാരിക്കുന്നതിൽ പരം ഒരു ആഹ്ലാദം എന്താണുള്ളത്? വൈകുന്നേരം കുറച്ച് ഫോർമാലിറ്റികളൊന്നും ഇല്ലല്ലോ. സാരില്ല, വീഡിയോ ഓൺ ആക്കിയാൽ കട്ടായി പോകും, ഓക്കെ ഫൈൻ. എനിവേ അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടാകും, എല്ലാവരുടെയും സ്ഥിതി അതല്ലല്ലോ. അപ്പൊ കഴിയുന്നിടത്തോളം സാധ്യതകളെയും അവസരങ്ങളെയും എല്ലാം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇതുപോലെയുള്ള വെബിനാറുകൾ സ്ഥിരമായിട്ട് ഉണ്ടാകും. അടുത്ത വെബിനാറും ചിലപ്പോൾ ഇതേ വിഷയം തന്നെയായിരിക്കും ഞാൻ പറയുക, എങ്ങനെയാണ് എളുപ്പത്തിൽ ഹിപ്നോസിസിന് വിധേയമാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുത്ത് വിചാരിക്കുന്ന, കഴിഞ്ഞ വെബിനാറിൽ ഞാൻ പങ്കെടുത്തു, സോ അത് തന്നെ ആയിരിക്കില്ലേ ഇവിടെ പറയുന്നത്? നത്തിങ്. അതൊക്കെ ആയിരിക്കും, എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറയുകയാണ്. ഇതിനിടയിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ സംശയ നിവാരണത്തിനുള്ള സെഷൻ വരുമ്പോൾ ആരെങ്കിലും പുതിയൊരു കാര്യം ചോദിക്കും. അവിടെ ഞാൻ പുതിയ കുറച്ച് കാര്യങ്ങളോ ചിലപ്പോൾ ഒരു കേസ് ഹിസ്റ്ററിയോ ഒക്കെ പറഞ്ഞു വന്നിരിക്കും. അതെല്ലാം പുതിയ പുതിയ അറിവുകളാണ്. ഇനി അതല്ല, ഇപ്പൊ ഈ 1 മണിക്കൂർ കേട്ടതിലെ മുഴുവൻ കാര്യങ്ങളും തീർച്ചയായിട്ടും ഓർമ്മയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ അത് കൂടുതൽ ആഴത്തിൽ പതിയും. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഒരു ടെക്നിക്ക് കൂടി പറയും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ കഴിയുന്നിടത്തോളം റെഗുലറായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡയറക്റ്റ് ഓഫ്ലൈൻ വേണ്ടി പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാത്രം ഓഫ്ലൈൻ ട്രെയിനിങ്ങുകൾ വിചാരിക്കുന്നുണ്ട്. മിക്കവാറും മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ആകുമ്പോൾ ആ വിധത്തിലുള്ള ഓഫ്ലൈൻ ട്രെയിനിങ്ങുകൾ നമുക്ക് എറണാകുളത്തും തൃശ്ശൂരും ട്രിവാൻഡ്രവും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു കൂടി തയ്യാറായിരുന്നുള്ളൂ. അതിനൊക്കെ വളരെ വളരെ തുച്ഛമായിട്ടുള്ള നമ്മുടെ അവിടുത്തെ എക്സ്പെൻസ് മാത്രമായിരിക്കും ഫീ ആയിട്ട് വാങ്ങുക. ചിലപ്പോൾ ഒരു 300, 400, 500 രൂപയൊക്കെ ആയിരിക്കും എക്സ്പെൻസ് മാത്രമായിരിക്കും അവിടുന്ന് വാങ്ങുക. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ പറയാറുണ്ട്, എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് കുറേ ക്ലാസ്സുകൾ എടുത്ത് വെറുതെ ഇങ്ങനെ പോവുക എന്നുള്ളതല്ല, ഒരിക്കലുമല്ല. നല്ല പ്രഗത്ഭരായിട്ടുള്ള
തെറാപ്പിസ്റ്റുമാരെ, ഹിപ്നോട്ടിസ്റ്റുമാരെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തു തരും, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്തു തരും. നിങ്ങൾ സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മറുപടി കിട്ടും. അത് ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. അതല്ല പേഴ്സണലി ചോദിക്കേണ്ടതാണെങ്കിൽ കഴിയുന്നത് വാട്സപ്പിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ ഫോൺ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല, കാരണം പലപ്പോഴും തിരക്കിൽ തന്നെയായിരിക്കും, യാത്രകളോ മറ്റ് സെഷൻസ് ഒക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഫോൺ കോൾ ഒന്നും ഞാൻ പിക്ക് ചെയ്തൊന്നിരിക്കില്ല. പക്ഷേ നിങ്ങൾ വാട്സപ്പിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്നിട്ടുണ്ട്. അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, വിളിച്ചിട്ടുണ്ടെങ്കില്ല മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വിളിക്കാം, കഴിയുന്നതും വൈകുന്നേരങ്ങളിലാണെങ്കിൽ സൗകര്യം. ഗ്രൂപ്പുകളൊക്കെ ആക്റ്റീവായിട്ട് നിലനിർത്തൂ. നിങ്ങളൊരു സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എന്ത് സെഷനും ആയിക്കോട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂ. അത് മറ്റുള്ളവർക്കൊരു ഒരു മോട്ടിവേഷൻ ആകും. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു അനുഭവം ഇടും. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓൺലൈൻ ഗ്രൂപ്പിൽ ആരോ എന്തോ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, എന്തോന്നല്ല ഞാൻ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്, അതിന് മറുപടി കൊടുത്തിട്ടുമുണ്ട്. അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. മാത്രമല്ല അവിടെ കുറച്ച് പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില അറിവുകൾ അവിടെ കിട്ടുകയും ചെയ്യും. ഇതെല്ലാം അവസരങ്ങളാണ്. അപ്പോൾ അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷൻസിലേക്ക് വരാം. ഈ വരുന്ന 7, 8, 9, 10 തീയതികളിൽ, അതായത് മാർച്ച് 7, 8, 9, 10 തീയതികളിൽ 4 ദിവസം തിരുവനന്തപുരത്ത് വെച്ചിട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ട്രെയിനിങ് ഉണ്ട്. അതായത് നമ്മുടെ ലെവൽ 3 ട്രെയിനിങ് ആണ്. സാധാരണഗതിയിൽ അത് 3 ദിവസമാണ് ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ 4 ദിവസത്തിന് കാരണം എന്താന്ന് പറഞ്ഞെങ്കിൽ, ബേസിക് ലെവൽ മുതലുണ്ട്. ഡേ 1 ഏകദേശം നമ്മൾ ബേസിക്കിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും ഒന്നുകൂടി ആവർത്തിക്കുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പുതുതായിട്ട് വരുന്നവർക്ക്, ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ട് PLR പഠിക്കാൻ താല്പര്യമുള്ളവരെങ്കിൽ അവരെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അവർക്ക് ബേസിക് ക്ലാസ്സസ് കഴിയണമെന്നില്ല, അത് മുതൽ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. 2, നമ്മൾ ബേസിക് കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ 3, 4 വർഷമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 വർഷമോ 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ബേസിക് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊന്നുകൂടി പൊടി തട്ടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പിന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻസ് നമുക്കവിടെ ചെയ്യാൻ പറ്റും. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു 4 ദിവസത്തെ ട്രെയിനിങ് ആണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഗ്രൂപ്പുകളിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ട്രെയിനിങ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പലരും ജോയിൻ ചെയ്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അതാത് മെയിൻ ഗ്രൂപ്പുകളിൽ മുകളിലേക്ക് ഇത്തിരി ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറിയിപ്പ് കാണാം, എന്തൊക്കെയാണ് അതിലുണ്ടാവുക, സിലബസ് എല്ലാം കാണാം. അല്ലെങ്കിൽ നാളെ കോർഡിനേറ്ററോട് പറയാം, ഒന്നുകൂടി എല്ലാ ഗ്രൂപ്പിലും അതിൻ്റെ മെസ്സേജുകൾ കൊടുക്കാൻ പറയാം. അപ്പോൾ PLR ട്രെയിനിങ് ട്രിവാൻഡ്രത്തിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ അറിയിപ്പുകൾ അവിടെ തരാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 15-20 പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഫീ അടച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു 10 പേർക്കും കൂടി ആയിരിക്കും ഇനി അതിൽ വേക്കൻസി ഉണ്ടാകുക. ഒരു 30 പരിമിതപ്പെടുത്താമെന്നാണ് കരുതുന്നത്. എനിവേ, അപ്പോൾ തീർച്ചയായിട്ടും അതിന് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതൊരു പ്രൊമോഷനായിട്ട് കരുതണ്ട. ചിലർ ട്രെയിനിങ് കഴിയുമ്പോൾ വിളിച്ചിട്ട് പറയാണ്ട്, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഗ്രൂപ്പിൽ കണ്ടില്ലല്ലോ എന്നുള്ളതെല്ലാം പറയാറുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി കേട്ടിരിക്കുന്നത് കൊണ്ടും, എന്തായാലും അത്രയും സീരിയസ് ആയിട്ട് വിഷയത്തെ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഇത്രയും സമയം ചിലവാക്കിയിട്ട് എൻ്റെ മുന്നിലിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇനി ഞാൻ മ്യൂട്ട് മാറ്റിത്തരാം. നമുക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതവിടെ ഷെയർ ചെയ്യാം. ശരി, മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംസാരിക്കാം. സർ നമസ്കാരം. നമസ്തേ, പറയൂ. സജഷൻ കൊടുക്കുമ്പോ പിന്നെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗുഡ്. സജഷൻ കൊടുക്കുമ്പോൾ കഴിയുന്നിടത്തോളം ക്ലയന്റിന്റെ ഇടത് ഭാഗത്ത് നിന്നുകൊണ്ട് സജഷൻ കൊടുക്കുക. കാരണം ഇടത് ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ വലത്തെ ബ്രെയിനിനെയും, വലത് ചെവിയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ ഇടത്തെ ബ്രെയിനിനെയാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമുക്ക് വലത്തെ ബ്രെയിനിനെ സ്വാധീനിക്കാൻ സാധിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ, കൂടുതൽ വേഗത്തിൽ നമുക്ക് ആ വ്യക്തിയെ ഹിപ്നോസിസിന് വിധേയമാക്കാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഇടത് ഭാഗത്ത് നിന്നിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് കാണുന്നത്. താങ്ക് യു. ശരി, മറ്റെന്തെങ്കിലും? നമസ്കാരം. നമസ്തേ. അനിൽ പത്തനംതിട്ടയാണ്. നമസ്കാരം, പറയൂ. ഞാൻ ബിസിനസ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട കാസർഗോഡാണ്. ശരി ശരി. സാറേ, എനിക്കുണ്ടായ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ സാറിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം വളരെ ഹൈ ആണ്. ശരി, ഇപ്പം
ഇന്നിപ്പോ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു മാജിക് കാണിക്കാൻ പോവാണ് കുറച്ച് ശരി ഫാമിലി ശരി ആൾക്കാരുണ്ട്. ശരി. അപ്പൊ എവിടെ ചെന്നാലും നമുക്കൊരു സീറ്റ് ഉറപ്പാകും കേട്ടോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു തീർച്ചയായിട്ടും. സംവിധാനം നമ്മുടെ ഹിപ്നോസിസവും നമ്മുടെ മാജിക്കും ശരി ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനെ നമുക്ക് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ഒരു സീറ്റ് എല്ലാവരും ഒരു അംഗീകാരം. തീർച്ചയായിട്ടും. അതിന് ലെവൽ സാറിനോട് ഞാൻ നന്ദി പറയാനുള്ള എല്ലാ പ്രോഗ്രാമും ഞാൻ സന്തോഷം സാറിന്റെ വീഡിയോ കാണുന്നുണ്ട്, സന്തോഷം. മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ശരി, ലെവൽ 4 മെന്റലിസം ബേസിക്സ് പഠിച്ചത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത് നല്ല ഹൈ ലെവലിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്റേതായ ഒരു സിസ്റ്റത്തിലോട്ടാണ് ഞാൻ ഇപ്പൊ വെരി ചെയ്തിരിക്കുന്നത്. ഗുഡ്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ വളരെ തന്നെ വേണം. നമ്മള് വളരെ പഠിച്ചത് അങ്ങനെ സന്തോഷമാണ്. തന്നെ കോപ്പി ചെയ്യല്ല വേണ്ടത്. അവരവരുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് അതെ തീർച്ചയായിട്ടും അവർ കൊടുക്കണം. അതെ അതെ, വളരെ നമ്മുടേതായിട്ട് ഇത് ചെയ്തുകൊണ്ട് നല്ലൊരു ഒരു ശരി ഒരു ശരി. പ്രത്യേകതയാണ്. 10,000 1000 2000 പേരുടെ മുന്നിൽ അത് ചെയ്ത് നമുക്ക് സക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വെരി വളരെ സന്തോഷം സാറേ. താങ്ക് യു വെരി ഗുഡ് താങ്ക് യു. വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ ഉണ്ടോ? സാറേ ഇത് ആ ലെവൽ ലെവല് 4 ലെവൽ എന്ന് പറഞ്ഞു എനിക്ക് ഉവ്വ ഉവ്വ. തോന്നുന്നു. ആ അപ്പൊ ഇത് ലെവൽ ഓർഡർ ആയിട്ട് പഠിക്കുന്നതാണോ അത് മിക്സ് ചെയ്ത് പഠിക്കുന്നതിനകത്ത് എന്തെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറ്റം? പഠിക്കാം. കാരണം നമ്മൾ ബേസിക് ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ, ബേസിക് ലെവലിൽ നമ്മൾ എന്താണ് ഹിപ്നോസിസ് എന്നും അതിന്റെ തിയറിറ്റിക്കൽ സയന്റിഫിക് പ്രാക്ടിക്കൽ സൈഡ് പഠിച്ചു കഴിഞ്ഞാൽ ലെവൽ 2 3 4 ഡയറക്റ്റ് വരാം. കാരണം ഈ 3 ലെവലുകളും വ്യത്യസ്തങ്ങളാണ്. ലെവൽ 2 വരുന്നത് തെറാപ്പി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രേതബാധ സംബന്ധമായിട്ട് വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ. പ്രേതബാധയുടെ ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ബേസിക് ലെവലിൽ മനസ്സിലാക്കുന്നത്, അതിന്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് മാത്രമാണ്. അതിനപ്പുറം വളരെ അപൂർവമായിട്ടെങ്കിലും ഞാൻ ബേസിക് ലെവലിൽ പറയാറുണ്ട്, മോർ ദാൻ 99% പ്രേതബാധയും സൈക്കോളജിക്കൽ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? ഒരു ചെറിയ ഭാഗം നമുക്കറിയാത്ത മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെയും കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ വളരെ ആഴത്തിൽ ലെവൽ 2 പഠിക്കാം. ഓക്കെ. അപ്പോൾ തെറാപ്പി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ ലെവൽ 2 വരാം. ഇനി ലെവൽ 3 ഫോക്കസ് ചെയ്യുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആണ് പഠിക്കേണ്ടെങ്കിൽ ഡയറക്റ്റ് ലെവൽ 3 വരാം. ലെവൽ 4 വരുന്ന സമയത്ത് സ്റ്റേജ് ഹിപ്നോസിസ്, സ്ട്രീറ്റ് ഹിപ്നോസിസ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ കോവർട്ട് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരാളെ മയക്കത്തിലേക്കൊന്നും കൊണ്ടുപോകാതെ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഓഫീസിൽ ചെന്നു എന്നിരിക്കട്ടെ, അവരോട് ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി. അത് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം അനിൽ സാർ ഒന്നുകൂടി പറയും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ അവരെ സ്വാധീനിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പഠിക്കാം. അത് പഠിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഗുണകരമായിട്ട് കിട്ടും. നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും ആ വിധത്തിൽ പലരും നമ്മളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് അവർ വാങ്ങിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പോലും നിങ്ങൾ ഒരാവശ്യമില്ലാത്ത കാര്യം, നിങ്ങളുടെ അലമാരയിലും ഡ്രോയറുകളിലൊക്കെ നോക്കിയൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടാകും. നിങ്ങൾ എന്തിനു വാങ്ങി? നിങ്ങൾ വാങ്ങിയതല്ല, നിങ്ങളെ കൊണ്ട് ആരൊക്കെയോ വാങ്ങിപ്പിച്ചതാണത്. ചിലപ്പോൾ ആമസോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ഓഫർ, ഇപ്പൊ വാങ്ങിയാൽ ഇത്ര ഡിസ്കൗണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ ഒന്നും കൂടി വാങ്ങില്ല, ഡിസ്കൗണ്ട് എന്ന് പോയിട്ട് കണ്ണും പൂട്ടി വാങ്ങും. അത് നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മൾ അവരെ പറ്റിച്ചു എന്നുള്ളതാണ്. അവർ നമ്മളെ പറ്റിക്കുക, നമുക്കിട്ടൊരു പണി തന്നതാണ്. അപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഓ ഇത് നമ്മൾ ലെവൽ 4 പഠിച്ച മറ്റേ സാധനമാണ്, അന്ന് സാറ് പറഞ്ഞ മറ്റേ സംഭവമാണ് ഇവിടെ തരുന്നത്, കയ്യിലിരിക്കട്ടെ. മറ്റേ ഇന്നസെന്റ് പറയുന്നവരും ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട്, ലെവൽ 4 പോയതാണ്, അവിടെ ഇരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. മനസ്സിലായോ? ഇതൊക്കെയാണ്, ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ വരുന്നത്. ക്ലിയർ? അപ്പൊ ലെവൽ 1 കഴിഞ്ഞാൽ ഡയറക്റ്റ് 1 വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഏതിൽ വേണമെങ്കിലും വരാം. പിന്നെ ഇപ്പോഴത്തെ PLR ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലെവൽ 1 വേണ്ട, കാരണം ലെവൽ 1 അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 4 ദിവസം വരുന്നത്. ലെവൽ 1 മാത്രമേ ഞാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ PLR ട്രെയിനിങ്ങിന് ഡയറക്റ്റ് വരാം. ഓക്കെ. എവിടെയാ താങ്കളുടെ സ്ഥലം? അത് ഞാൻ ബഷീറാണ്, മറ്റേ ജോസ് സാറിന്റെ ഫ്രണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. സോറി, ജോസ് സാറിന്റെ ഫ്രണ്ടാണ്. മനസ്സിലായി. ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. ശരി. ഞാൻ ഓക്കെ. സാറിന് വാട്സപ്പ് മെസ്സേജ് ഇട്ടിരുന്നു, സാർ ഇതുവരെ നോക്കിയില്ല എന്ന് തോന്നുന്നു. ഓ സോറി, ഞാൻ ദിവസം കഴിഞ്ഞു. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ചിലത് താഴെയായി പോകും. അപ്പോൾ എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, അതെ, സപ്പോസ് മനസ്സിലാവുന്നു. എനിക്ക് വാട്സപ്പ് മെസ്സേജ് തന്നിട്ട് നിങ്ങൾക്ക് 1-2 ദിവസത്തിനുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ താഴെ ഒന്നുകൂടി ഒരു റിമൈൻഡർ, ഒരു മെസ്സേജ് ഇടണം. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് കാണാൻ പറ്റും. താങ്കൾ ഒന്ന് ഇട്ടോളൂ കേട്ടോ. ഇനിയിപ്പോ എനിക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഒന്നുകൂടി ഇട്ടോളൂ. ആയിക്കോട്ടെ ശരി. അപ്പൊ PLR താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ട്രിവാൻഡ്രത്ത് വരും കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ.
വെരി താങ്ക്സ്. വെരി ഗുഡ്, താങ്ക് യു. അനിൽ സാർ ഇവിടെ ഉണ്ടോ? സാർ ആ, ഓക്കെ ഓക്കെ. ആ ഇൻഫ്ലുവൻസിങ് പറഞ്ഞു കൊടുക്കൂ. ആ സാറേ, നമ്മളെ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഒരു നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞ ഒരു അപാര റേഞ്ചിലോട്ട് പോയത് നമ്മളെ ആൾക്കാരിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്തപ്പോഴാണ്. ഇപ്പൊ ഒരു 2,000, 3,000, 2,000 പേരുടെ ഒരു പ്രോഗ്രാമില് സ്റ്റേജിൽ കയറി നമ്മുടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിന്റെ പവർ നമ്മൾ ചിന്തിക്കാൻ കഴിയാത്തതുപോലെ നമുക്ക് വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ്, ആർസിഎം ബിസിനസ് ആണ്. അതിനകത്ത് എന്റെ ബിസിനസ് ഗ്രോത്ത് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ശേഷം. ഞാൻ ഫസ്റ്റ് സ്റ്റേജ് കോട്ടയത്ത് പങ്കെടുത്തിട്ട് ഡിസംബർ 3-ന് വന്നിട്ട് 4th ലെവല് തിരുവനന്തപുരത്ത് വരുമായിരുന്നു ഡിസംബർ 12 ഉള്ള പ്രോഗ്രാം. പക്ഷെ ആ സമയത്തുണ്ടായ മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ്. അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇതാണ്, തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും അടുത്ത ലെവലുകളിലേക്ക് പോവുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു മനുഷ്യനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും നല്ല രീതിയിൽ. നമുക്കൊരു കൈയടി കിട്ടുകയും ചെയ്യും, നമ്മുടെ വാക്കിന് വില ഉണ്ടാകുകയും ചെയ്യും. താങ്ക് യു സാർ. ബിസിനസ്സിലെ ക്ലയൻസിനെ എത്രമാത്രം സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പഠിച്ച ടെക്നിക്കുകൾ? 100% നമ്മൾ പറയുന്ന 100% നമ്മൾ പറയുന്ന റിസൾട്ട് സാറേ. അതിന്റെ 100% റിസൾട്ട്. അവർക്ക് റിജക്ഷൻ ഇല്ല, നോ റിജക്ഷൻ. മറ്റേ 10% ആയിരുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഒരു 10% ആൾക്കാരായിരുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ പക്ഷേ റിജക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഭയങ്കര പ്രോഗ്രസ് ആണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സാറിന്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ഗംഭീരമാണ്. ലെവൽ 4 നമ്മൾ ആ വിധത്തിലുള്ള ഇൻഫ്ലുവൻസിങ് ടെക്നിക്കുകളാണ് പഠിക്കുന്നത്. വല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിച്ച് പുറത്തു പോകാൻ പറ്റില്ല. അത്രമാത്രം ശക്തമായിട്ടുള്ള ടെക്നിക്കുകളാണ് അവിടെ പഠിക്കുന്നത്. അതായത് ഹിപ്നോസിന്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുമല്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയാം. അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ അതിന്റെ വിത്തുകൾ വിതയ്ക്കുക, അതിൻ്റെതായിട്ടുള്ള വിധത്തിൽ അവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുപ്പിക്കുക. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, അസാധാരണമായ വിധത്തിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ശരി, താങ്ക് യു. പറയൂ. ഹലോ സാറേ. പറയൂ. ഇക്ബാലാണ് കാഞ്ഞങ്ങാട്. പറയൂ. മനസ്സിലായല്ലേ? പിന്നെ സാറേ, ലെവൽ 1, 2, 3, 2 എന്ന് പറഞ്ഞിട്ട് വേറെ എന്നെ കോഴ്സ് ഉണ്ടാ? 2 ഉണ്ട്. ലെവൽ 2 ഉണ്ടല്ലേ? അല്ല, ഞാനിപ്പോ ലെവൽ 4 വന്ന്, ലെവൽ 3 വന്ന്, ലെവൽ 1 വന്ന്, ലെവൽ 2 ഉണ്ട്. അതെന്ത് സാറേ ക്ലാസ്? ലെവൽ 2 ഇപ്പൊ എന്തായാലും ഒരു ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം. ലെവൽ 2 വരുന്നത് ഏജ് റിഗ്രഷൻ വരുന്നുണ്ട്, അതുപോലെ തെറാപ്പി. ഏജ് റിഗ്രഷൻ നമ്മൾ 3 വരുന്നല്ലോ സാറേ? വരുന്നുണ്ട്. അത് ആക്ച്വലി 2 തന്നെ തുടങ്ങും. പിന്നെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ, തെറാപ്പി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും എക്സോർസിസം ആണ് വരുന്നത്. എക്സോർസിസം മീൻസ് പ്രേതബാധകളെ കൈകാര്യം ചെയ്യുന്നത്. അത് ഈവൻ സൈക്കോളജിക്കലി ആൻഡ് സ്പിരിച്വലി രണ്ട് വിധത്തിലും അതിനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാമാണ് ലെവൽ 2 വരുന്നത്. ഓക്കെ, കട്ടായിപ്പോയോ? പറയൂ സാർ. ഈ ലെവൽ 2 നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിനൊന്നും ഇനിയിപ്പോ എന്തായാലും മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ആയിരിക്കും അടുത്ത ലെവൽ 2 തുടങ്ങുന്നത്. കാരണം ഞാനിത് ട്രാവലിംഗ് ഉദ്ദേശിച്ച് നിൽക്കുന്നു. എങ്ങനെ ഞാൻ പുറത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പോ കാരണം ലെവൽ 3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തായിരിക്കും ലെവൽ 2ലേക്ക് വരുന്നത്. കാരണം ഇപ്പോ ലെവൽ 3 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ മാസത്തില് തൃശ്ശൂരായിരുന്നു, ഈ മാസം കോഴിക്കോട് കഴിഞ്ഞ് വരുന്ന മാസം ട്രിവാൻഡ്രം, അത് കഴിഞ്ഞതിന് ശേഷം ലെവൽ 2 ഏപ്രിലിൽ ഉണ്ടാകില്ല. ഏപ്രിലിൽ മറ്റു ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുകളെല്ലാം നമ്മുടെ ഏപ്രിലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മെയ് ജൂൺ മാസങ്ങളിലൊക്കെ ആയിരിക്കും ലെവൽ 2 ഉണ്ടാവുന്നത്. കാരണം ഞാൻ സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സൈക്കോളജിക്കലായി ലെവൽ 3 താങ്കൾ പങ്കെടുത്തതാണോ? ഇല്ല, ഞാൻ ലെവൽ ഫസ്റ്റ് മാത്രമേ പങ്കെടുക്കൂ. ലെവൽ 3 പങ്കെടുക്കൂ. സൈക്കോളജി മേഖലയിൽ ലെവൽ 3 ഗംഭീരമായിട്ടുള്ള പ്രയോജനം ചെയ്യും താങ്കൾക്ക്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ദിവസമുണ്ട്. ഞാനാണ് ഇത്തിരി നേരത്തെ സംസാരിച്ചത് ഓക്കെ. താങ്കൾ ഇപ്പൊ വീഡിയോ കണ്ടില്ല, അതുകൊണ്ട് വീഡിയോ ഞാൻ സാറില്ല. ഓക്കെ, ഹലോ. പറയൂ. സാറേ, മാർച്ചില് ക്ലാസ് ഉണ്ടാവോ? മാർച്ചിലുണ്ടാവൂല അല്ലേ? മാർച്ചില് ലെവൽ 3 മാർച്ചില് കഴിഞ്ഞത്ര ഒഴിവാക്കാറുണ്ട്. നോമ്പല്ലേ സാറേ? പറഞ്ഞു
ആ ശരി, ട്രിവാൻഡ്രത്ത് വരും. മാർച്ചില്. ആ ആ ഹലോ, പറയൂ. മാർച്ചിൽ കഴിഞ്ഞത്ര ക്ലാസ് നമ്മൾ കോഴിക്കോടെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റുമോ ചോദിച്ചത്. മാർച്ചിൽ ട്രിവാൻഡ്രത്തുണ്ട്. മാർച്ചില് നോമ്പല്ലേ സാറേ, അടുത്ത മാസം. ട്രിവാൻഡ്രത്തുണ്ട്. താങ്കൾക്ക് ട്രിവാൻഡ്രത്ത് വരാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ വരൂ, അതല്ലെങ്കിൽ മറ്റൊരിക്കൽ പങ്കെടുക്കൂ. സാർ എന്റെ പേര് ആഷിഖ് എന്നാണ്. ഒരു ആ സംശയം പറയൂ ചോദിക്കാം. ആഷിഖ്, സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. തൊടുപുഴ. തൊടുപുഴ. യെസ്, പറയൂ. നമ്മള് ക്ലാസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നൊരു സംശയമാണ്. ആ. ഹിപ്നോസിന് വിധേയമാക്കിയതിനു ശേഷം ഒരു ആ. മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തി വേറൊരു ഭാഷയിൽ സംസാരിക്കുന്നു. ആ. അന്ന് പറഞ്ഞതാണ്, പക്ഷെ അതിന്റെ ക്ലിയർ എന്റെ മൈൻഡിൽ നിലവിലില്ല. സംഭവം ശരി മറന്നുപോയതാണ്. ശരി. അതെന്താണ് അതിന്റെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള വശം ഒന്ന് അതായത് പറയാമോ? ഹിപ്നോസിസിന് വിധേയമാക്കിയ സമയത്ത് മറ്റൊരു ഭാഷ സംസാരിക്കുന്നു, അങ്ങനെയാണോ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. ശരി, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മറ്റൊരു ഭാഷ എന്ന് പറയുന്നത് ശരിക്കും മറ്റൊരു ഭാഷ തന്നെയാണോ, അതോ നമ്മുടെ അറിവില്ലായ്മ ആ വ്യക്തിയുടെ വാക്കുകൾ ഒരു ഭാഷയായിട്ട് എടുക്കുന്നതാണോ എന്നുള്ളത് ഇല്ല നോക്കുക. മറ്റൊരു ഭാഷയാണ്. സാറ് ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുമുണ്ട്, മറ്റൊരു ഭാഷ സംസാരിച്ചു എന്ന്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണോ ചോദിക്കുന്നത്? അതെ അതെ അതെ, ഉറപ്പായിട്ടും. ഓക്കെ, അതല്ലാതെ താങ്കൾ ചെയ്ത കൂട്ടത്തിൽ അങ്ങനെ വന്നു ഇല്ല 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 എന്നുള്ളതല്ലല്ലോ. ഇല്ല 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 ഇല്ല. ആ ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഹിപ്നോസിസ് ചെയ്യുന്നതിനിടയിൽ മറ്റൊരു ഭാഷ സംസാരിച്ചതെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അദ്ദേഹം വ്യത്യസ്തങ്ങളായിട്ടുള്ള 18 ഭാഷകൾ സംസാരിക്കും എന്നുള്ളതാണ്. ആ കേസാണോ ചോദിക്കുന്നത്? അതെ അതെ അതെ. 18 ഭാഷകൾ. ഒരു പെൺകുട്ടിയാണ്, ഒരു 17-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള 18 ഭാഷകൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു സംസ്കൃതമടക്കം 18 ഭാഷകൾ സംസാരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വളരെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഒരു UP ആ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, അതിന് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാലും ഒന്ന് ഫോണിലാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്, എന്നാലും ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ചില സമയങ്ങളിൽ അങ്ങനെ സംസാരിച്ചു പോകുന്നതാണ്. സാർ എന്നോട് സംസാരിച്ചോ, ചിലപ്പോ ഞാൻ ആ മോഡിലേക്ക് പോവുകയാണെങ്കിൽ സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം മറ്റൊരു മോഡിലേക്ക് പോയിട്ട് ഗംഭീരമായിട്ട് സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി. വളരെ ഗംഭീരമായിട്ട്, നല്ല ഒഴുക്കനായിട്ട്. ഇപ്പൊ പഠിച്ചു പറയുമ്പോഴും അതിൽ ഒരു വിക്കലൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ നാച്ചുറൽ ആയിട്ട് പറയാൻ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് സാധാരണ മോഡിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന്റെ അർത്ഥം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അർത്ഥം എനിക്കറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആയിക്കോട്ടെ. അങ്ങനെ ആ കോൺവെർസേഷൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഫോണിൽ ഇത് റെക്കോർഡായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാലടി സംസ്കൃത കോളേജിലെ ഒരു സംസ്കൃത അധ്യാപകൻ എൻ്റെ സുഹൃത്താണ്, വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഇത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, എന്താണ് അതിന്റെ കാര്യം എന്ന് ചോദിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, സാറേ ഇത് ഏതാ ഭാഷ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ സംസ്കൃതമൊന്നുമല്ല, പക്ഷെ സംസ്കൃതമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? സംസ്കൃതം അറിയാത്ത എനിക്ക് തോന്നി അത് സംസ്കൃതമാണെന്ന്. പക്ഷെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് സംസ്കൃതമൊന്നുമല്ല, വെറുതെ എന്തൊക്കെയോ പറയുന്നതാണ് എന്നുള്ളത്. ഇതാണ് ആ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? ഇതിപ്പോ നമ്മളൊരു മലയാളി ഒരു വ്യക്തിയെ ചാൻസ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ചാൻസ് ഉണ്ട്, അതിലേക്ക് വരാം. കാരണം ചില പാസ്റ്റ് ലൈഫ് റിഗ്രഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റു ഭാഷകൾ സംസാരിച്ച വ്യക്തികളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാൻ ഓർക്കുന്നത്, ഒരിക്കൽ വയനാട്ടിലെ ഇതുപോലൊരു സെഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിനിങ്ങിൽ തന്നെ കഷ്ടി പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം 5ാം ക്ലാസ്സോ മറ്റോ പഠിച്ചിരിക്കുന്ന ഒരു വീട്ടമ്മ, സാധാരണ ഒരു വീട്ടമ്മ, സാധാരണ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉള്ള ആളല്ല. അവര് ട്രാൻസിലേക്ക് പോയിട്ട് മറ്റൊരു ലൈഫിലേക്ക് പോയി. അവരുടെ അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഇംഗ്ലീഷ് അല്ല, ബ്രിട്ടീഷ് ആക്സെന്റിൽ ഇംഗ്ലീഷ് സംസാരിച്ച ഒരു കേസ് നല്ല ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില സാഹചര്യങ്ങളിലും ഇതുപോലെ പക്ഷെ ഇത് മറ്റു ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ കുറച്ചുകൂടിയൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ലോകപരിചയമുള്ള ആളുകളായിരിക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസിന്റെ പവർ എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. അത് ജസ്റ്റ് ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിലെ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അവിടെ സ്റ്റോർ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള യാതൊരു സാധ്യതകളും പൊതുവിലില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചില
പൂർവജന്മ സ്മൃതികൾ അപൂർവം എന്നല്ല, അപൂർവങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും ചില വ്യക്തികളിൽ നിന്നും ആ വിധത്തിലുള്ള ചില ഡാറ്റകൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, ഹലോ സാർ, ഒന്ന് ചോദിക്കാവട്ടെ? പറയൂ. ഇപ്പൊ സാറ് പറഞ്ഞിട്ടില്ലേ കുറെ ഭാഷകൾ സംസാരിച്ച് അറിയുമ്പോൾ സാറിന് ക്ലാസ്സിന് പറഞ്ഞിനി. അപ്പൊ ഇത് അവരുടെ സബ് കോൺഫിഡൻസിൽ എപ്പോഴെങ്കിലും വന്നുപോയ ഭാഷകൾ മാത്രമല്ലേ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റും? അതുപോലെ റിലീസ് ചെയ്യും, പുതിയതായിട്ടൊന്നും ഉണ്ടാവില്ല സാർ? അല്ല, അവരുടെ സബ് കോൺഷ്യസിലുള്ളതിന്റെ പരമാവധിയിലേക്ക്, പീക്ക് ലെവലിലേക്ക്. അത്ര മാത്രമല്ല, അതിൽ പുതുതായിട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ? പഴയത് മാത്രം. താങ്കളെ ചോദ്യം അയാളെ സബ് കോൺഷ്യൻസിൽ കയറിയിരിക്കുന്നത് മാത്രമല്ലേ സാർ അത് റിലീസ് ആവും? അതെ 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 അതെ, അതല്ലേ കയറി? അതാ ചോദിച്ചത്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ. സാറേ നമസ്കാരം. നമസ്കാരം, പറയൂ. സാറേ, നമ്മളെ സജഷൻസ് കൊടുക്കുമ്പോൾ ആ എപ്പോഴും നമ്മള് ആ. താങ്കൾ, നിങ്ങൾ എന്ന് പറയുന്നതിന് പകരം ആ. അവരുടെ പേര് ഉപയോഗിക്കുന്നേ പറ്റും. आप लिंक करो. പറയാം. പേര് കഴിയുന്നിടത്തോളം പേര് ഉപയോഗിക്കാതിരിക്കുക. അതിന് കാരണം ഞാൻ ചില ക്ലാസ്സുകളിൽ പറയാറുണ്ട്. ഇപ്പോ നമ്മള് വളരെ ദൂരെ ഒരു സ്ഥലത്ത്, ഇപ്പൊ ഡൽഹിയിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പൊ അവിടെ ധാരാളം ബഹളങ്ങൾ ഉണ്ടാകും. ട്രെയിനിന്റെ ബഹളം ഉണ്ടാകും, ട്രെയിനിന്റെ ഹോൺ ശബ്ദമുണ്ടാകും, ആളുകളുടെ ബഹളം ഉണ്ടാകും, ഇടയ്ക്ക് അനൗൺസ്മെന്റ് വരും, ഇതെല്ലാം വരും. പക്ഷെ എങ്കിൽ പോലും അവിടുത്തെ ബെഞ്ചിലിരുന്നിട്ട് നമുക്ക് വളരെ സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റും, അല്ലെ? ആ ബഹളങ്ങളൊന്നും നമുക്ക് വലിയ അലോസരം ഉണ്ടാക്കില്ല. എന്നാൽ അതിനിടയിൽ നമ്മുടെ പേരാരെങ്കിലും ചെറുതായിട്ടൊന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടാൽ എന്താ സംഭവിക്കുക? ഉണർന്നു പോകില്ലേ? അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പേരിനോട് വല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, നമ്മൾ ശ്രദ്ധ അവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിപ്നോസിസിലേക്ക് പോകുമ്പോഴും നമ്മൾ പേര് വിളിക്കുന്ന, സാധാരണഗതിയിൽ പേര് വിളിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ. എങ്കിലും സാധാരണഗതിയിൽ പേര് വിളിച്ചു കഴിഞ്ഞാൽ അവര് ഒരു ബോധത്തിന്റെ തലത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറയുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിനെ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ മകനെ, മകളെ, ഭാര്യയെ, ഭർത്താവിനെ ഒക്കെ ഹിപ്നോസിസിന് വിധേയമാക്കുന്ന സമയത്ത് ഇതുപോലെ പേര് വിളിച്ചാലും അവർക്ക്, ഇതുപോലെ നിങ്ങൾ, താങ്കൾ എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അതിലും ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പേര് വിട്ടതിന് ശേഷം അവരെ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എന്താണോ വിളിക്കുന്നത് ആ വിധത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, ആ വിധത്തിൽ ആ പേര് പറഞ്ഞിട്ട് ആ പേര് പ്രയോഗത്തിലൂടെ വിളിക്കാം. ഇപ്പോ ചേട്ടന്റെ കൺപോളകളുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ വിധത്തിൽ പറയാം. അങ്ങനെയൊക്കെ. മറ്റെന്തെങ്കിലും താങ്കൾക്ക് ക്ലിയർ ആയോ? നമുക്ക് അവരുമായിട്ട് സാറേ, അപ്പൊ ഞാനൊന്ന് ചോദിക്കാറുണ്ട് സാറേ. അപ്പൊ താങ്കൾക്ക് ക്ലിയർ ആയോ? സാറേ, അതിൻ്റെ അതായത് നമ്മൾ അവരുമായിട്ട് എങ്ങനെ സംസാരിച്ച് അതിന് മുമ്പ് എങ്ങനെ ഒരു ഡീലിങ്സിലേക്ക് വന്നു, ആ ഡീലിങ്സ് യെസ്, അതിൽ അവർ കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ ഈ പറഞ്ഞത് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു സംശയം, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെഡിസിൻ ഇൻഫ്ലുവൻസിലായിരിക്കും. അങ്ങനെയുള്ള ചില മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചെയ്യുമ്പോൾ ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർ ഓൾറെഡി മറ്റൊരു മോഡിലായിരിക്കും ഉണ്ടാവുക, മറ്റൊരു സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ടൈം ചെയ്യാവോ, ബിഫോർ ഓർ ആഫ്റ്റർ? കഴിയുന്നിടത്തോളം അങ്ങനെ ഒരു സ്റ്റേജിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മരുന്നിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു കെമിക്കലിന്റെയോ സ്വാധീനമില്ലാത്ത സമയത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ശരി. ഹലോ. പറയൂ സാറേ. ഒന്ന് ചോദിക്കാം. പിന്നെ സാറേ, ഇപ്പൊ നമ്മള് ഭാര്യക്കാണ് സജഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ആരുടെ ഭാര്യക്ക്? അപ്പൊ നമുക്ക് ഇത് നീയാണെന്ന് പറയാം, നീ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? അതെങ്ങനെയാണോ സാധാരണ ഭാര്യയെ സംബോധന ചെയ്യുന്നത് ആ വിധത്തില്. പിന്നെ സംബോധന ചെയ്താൽ അവനവന്റെ തടി അവനോ നോക്കിക്കോളാം. അങ്ങനല്ല സാറേ, ചില ആള് ചോദിക്കില്ലേ എഡി എന്നെല്ലാം പറയും തമാശയില്. അതല്ലാതെ കിട്ടിക്കഴിഞ്ഞ ശേഷം, അല്ല ഹിപ്നോസിസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ ഒന്ന് ക്ഷമി എന്ന് പറഞ്ഞ് പിന്നെ കൈകുപ്പി കാണിച്ചിട്ട് കാര്യമില്ല. അതെ, അതല്ല, ഭാര്യമാരോട് ചില ആള് എഡി എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തിന്റെ വാക്കുണ്ട്. അതാണ് ഹിപ്നോസിസില് അതില് സജഷൻ കൊടുക്കുമ്പോ അത് ഉപയോഗിച്ചാല് വല്ല ഫോൾട്ടും സംഭവിക്കുകയത്. അതവനവന്റെ മനസ്സിലായി?
സാറ് അവിടുന്ന് ക്ലാസ് എന്ന് പറയുന്നത് തമാശ ഇതിൽ പറയണ്ടല്ലേ? ക്ലാസ്സിന്റെ തമാശയാണ്. എന്ന് പറഞ്ഞാല് പലരുടെയും ഭാര്യമാര് പിന്നാലെ നോക്കുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് കേട്ട് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് കഴിയുമ്പോ പറയാ ഇവിടെ നിന്നാണ് പഠിക്കുന്നത് അല്ലേ, എന്നാ പിന്നെ ഇനി അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞ് വിടില്ല നിങ്ങൾ പലരെയും. എനിക്ക് പിന്നെ ധൈര്യമായിട്ട് പറയാം, കാരണം ഞാൻ ഓഫീസിൽ ഇരുന്നാ പറയുന്നത്, അതുകൊണ്ട്. ഓക്കെ 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 ശരി. താങ്ക് യു താങ്ക് യു താങ്ക് യു. സജഷൻസ് കൊടുക്കുമ്പോൾ പേര് വിളിക്കുന്നത് അഭികാമ്യമല്ലെന്ന് സാർ പറഞ്ഞു. അതെ, പകരം സാർ, മാഡം ഇത് ഉപയോഗിക്കാമോ? അവർക്ക് എന്താണോ കംഫർട്ടബിൾ, സാറിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥയാണ്, അവിടെ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. വ്യക്തികൾക്ക് ഇതെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സജഷൻസ് എപ്പോഴും നമ്മുടെ ക്ലയന്റിനെ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ക്ലയന്റിന് ഏറ്റവും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷ, ശൈലി, അതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ക്ലയന്റിന്, നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയന്റിന് അത് ഉപയോഗിക്കുക, അതാണ് ഏറ്റവും ഉൾക്കൊള്ളാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഇപ്പൊ നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥനാണെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും പറയാം, സാറിന്റെ കൺപോളകളുടെ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണം, അത്രയേ ഉള്ളൂ. സാർ ലെവൽ 4 വേണ്ടി കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് ലെവൽ 4 ഇനിയിപ്പോ എന്തായാലും ഒരല്പം വൈകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അടുത്ത വരുന്നത് ഇപ്പോഴത്തെ PLR കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ലെവൽ 2 ആയിരിക്കും. ഒരു 3-4 മാസം അങ്ങനെ പോകും. അതിനുശേഷമായിരിക്കും അധികവും ലെവൽ 4 വരുന്നത്. എന്തായാലും താങ്കളെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. മറ്റ് പറയൂ രവീന്ദ്രൻ, പറയൂ. നമ്മുടെ ഈ പെയിൻ കൺട്രോൾ, അതുപോലെ തന്നെ സസെപ്റ്റബിലിറ്റി, 3 ചോദ്യങ്ങളാണ്. ഒന്ന്, പെയിൻ കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ വളരെയധികം പെയിൻ ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ? 2, സസെപ്റ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യാം? 3, ഇപ്പോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ശരി. പെയിനിന്റെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പെയിൻ നിലനിൽക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ അവരെ അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നയാളാണ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു വേദന വരുന്നയാളാണെങ്കിൽ, ആ വേദന ഇല്ലാത്ത സമയത്ത് അവരെ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകാനും അതിനുചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും സാധിക്കും. ഒന്ന്, പോസ്റ്റ് ഹിപ്നോട്ടിക് സെഷൻസ് ആയിട്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? സസെപ്റ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി. സസെപ്റ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളുണ്ട്. ബ്രീത്ത് എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ. ബ്രീത്ത് എടുക്കുന്നതിന് മുൻപ് നമ്മളിപ്പോ അവർ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞു, അവരെ ഇരുത്തുന്നത് മുതൽ നമ്മുടെ നിർദ്ദേശങ്ങളെ പരമാവധി ഉൾക്കൊള്ളാനും അംഗീകരിക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. 1. 2, നമ്മൾ ഇതുപോലെ വളരെ വിജയകരമായിട്ട് സെഷൻസ് ചെയ്തതിന്റെ ചില കാര്യങ്ങൾ, ചില വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ആസ് യൂഷ്വൽ സംസാരത്തിനിടയിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ വിളിക്കുമ്പോഴോ, ഞാൻ ചിലപ്പോൾ ദൂരെയുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ ഇവിടെ തന്നെയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ മീൻസ് അവരുടെ സെഷൻ എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ മറ്റാരെങ്കിലും റെഫർ ചെയ്ത് കൊടുക്കും. റെഫർ ചെയ്ത് കൊടുത്താൽ ഇവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അല്ല, സാറ് തന്നെ ചെയ്യണം, സാറ് മറ്റേ വീഡിയോയിൽ പറഞ്ഞില്ലേ അതേ കാര്യം തന്നെയാണ് എൻ്റെ, അപ്പൊ സാറ് ചെയ്താലേ നടക്കുള്ളൂ. എന്നെ അവർക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ ഞാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പൊ അവർക്ക് ആ വിശ്വാസം എങ്ങനെയാവുന്നത്? ഞാനൊരു കേസ് ഹിസ്റ്ററി പറഞ്ഞു കൊടുത്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ആ വിശ്വാസം വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കും സംഭാഷണ മധ്യേ പറയാം, നിങ്ങളുടെ ഇതേ പ്രശ്നമുള്ള ഒരാള്, എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പമില്ല പറയാം. മനസ്സിലായോ? അപ്പൊ ഈ വിധത്തിൽ സസെപ്റ്റബിലിറ്റി വർദ്ധിപ്പിച്ചെടുക്കാം. പിന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യമുണ്ട്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ സസെപ്റ്റബിലിറ്റി കുറവായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെഷനിലൊക്കെ വന്നിരിക്കുമ്പോഴും അവർ ഡെപ്തിലേക്കൊന്നും പോകില്ല. പക്ഷെ ഗ്രാജുവലി പോകും, സാവധാനം പോകും. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നമ്മൾ പ്രൊഫഷണലി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു സെഷൻ കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ ശബ്ദത്തിലുള്ള ഒരു റിലാക്സേഷൻ അവർക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം. അത് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പൊതുവായിട്ടുള്ള ഇപ്പോൾ മനസ്സ് ശാന്തമാകാനും സമാധാനത്തിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു സെഷൻ, 20 മിനിറ്റ് സെഷൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിൽ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം. ഒന്ന്, നമ്മുടെ ശബ്ദം, എൻ്റെ ശബ്ദം നിങ്ങളെ കൂടുതൽ സുഖകരമായ ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ അത്യാവശ്യം ഡെപ്തിലേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് നമുക്ക് പറയാം, ഇനി എപ്പോൾ വേണമെങ്കിലും എൻ്റെ ശബ്ദത്തിലൂടെ
വളരെ വേഗം ഇതേ വിശ്രമത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അഗാധമായ വിശ്രമത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വിധത്തിലുള്ള ടെക്നിക്കുകൾ അവിടെ ഉപയോഗപ്പെടുത്താം. മനസ്സിലായോ? മനസ്സിലായി. മൂന്നാമത് വേറെന്താ ചോദിച്ചത്? നമ്മൾ ഈ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഉണ്ടാവുമ്പോൾ ആളുകൾക്ക് വരുന്ന അസ്വസ്ഥത, തലകറക്കം, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക, അതിലെ അങ്ങനെയുള്ള മെജോറിറ്റിക്കും അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ഒന്നുകിൽ റിഗ്രഷനിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ കാരണങ്ങളെ തേടേണ്ടതുണ്ടെങ്കിൽ തേടി കണ്ടെത്തിയിട്ട് പരിഹരിക്കാം. ഇനി അതിനുള്ള സമയവും സാഹചര്യവും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പോകുമ്പോഴാണ് ഇദ്ദേഹത്തിന് പ്രശ്നമുള്ളതെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഹിപ്നോസിന് കൊടുത്തിട്ട് ഏറ്റവും ഡെപ്തിൽ കൊണ്ടുപോയതിനു ശേഷം വാഹനത്തിൽ വളരെ സുഖകരമായി യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ സന്തോഷകരമായി, വളരെയധികം ഉല്ലാസകരമായി യാത്ര ചെയ്യുവാൻ ഇനി മുതൽ നിങ്ങൾക്ക് സാധിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുക്കാം. പിന്നെ ഒന്ന് ഡീപ്പൻ ചെയ്യുക. ഡീപ്പനിങ് എന്താണെന്നുള്ള ഹയർ ലെവലിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് അറിയാം. ബേസിക് ലെവലിൽ അത് അറിയുന്നുണ്ടാവില്ല. തൽക്കാലം ക്ഷമിക്കുക, അതിലേക്ക് ഇപ്പോൾ പോകാനുള്ള സമയമില്ല. മറ്റൊരിക്കൽ നമുക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഹയർ ലെവലിലേക്ക് വരിക, അല്ലെങ്കിൽ മറ്റൊരിക്കൽ നമുക്കത് പഠിക്കാം. അപ്പോൾ ഡീപ്പൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ഇമാജിനേഷൻ അവർക്ക് കൊടുക്കണം. നിങ്ങളിപ്പോൾ ഒരു യാത്ര ചെയ്യുവാൻ തുടങ്ങുകയാണ്. നിങ്ങളിപ്പോൾ വളരെ സുഖകരമായിട്ട്, ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് കേട്ടോ, അതിൻ്റെ എല്ലാ വിധത്തിലും വിശദീകരിച്ച് അവർക്ക് കൊടുക്കുക. ഇപ്പോൾ ആ വാഹനം, ഇപ്പോൾ കാറിലാണെങ്കിൽ അങ്ങനെ, ബസ്സിലാണെങ്കിൽ അങ്ങനെ, അതിൽ ബസ്സിൽ കയറിയിരിക്കുന്നു. വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തിരിക്കുകയാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ശാന്തവും ആനന്ദകരവുമായി കൊണ്ടേയിരിക്കുന്നു. വളരെ ഉല്ലാസകരമായിട്ട് ആ യാത്ര നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ അത്രമാത്രം സുഖകരമായി സന്തോഷകരമായി യാത്ര ചെയ്യുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നു തുടങ്ങിയത് പറഞ്ഞിട്ട് അവർ നല്ല എക്സ്പീരിയൻസ് ചെയ്യിക്കുക. എന്നിട്ട് ഇനി എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഇതേ സുഖം, ഇതേ സമാധാനം, ഇതേ ഉല്ലാസം, ഇതെല്ലാം നിങ്ങൾക്ക് നിലനിർത്തുവാനും അനുഭവിച്ചറിയുവാനും സാധിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഡീപ്പൻ ചെയ്തിട്ട് അവരെ ഉണർത്തിക്കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് സാധാരണ അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റെന്തെങ്കിലും? അപ്പൊ ഈ പെയിൻ ഉള്ളത്, പെയിൻ ഇല്ലാതാവാനുള്ള മെഡിസിൻ കൊടുത്തിട്ട് മെഡിസിൻ കൊടുക്കാനുള്ള റൈറ്റ് നമുക്കില്ല. അല്ല നമുക്ക് കൊടുക്കാമല്ലോ നമ്മൾ. ഓക്കെ. ശരി. അങ്ങനെ എന്തു തന്നെ ആയാലും പെയിൻ ഇല്ലാത്ത ഒരു സമയത്ത് അദ്ദേഹം സസെപ്റ്റബിൾ ആയിരിക്കണം. നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് മനസ്സിലായില്ല, അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, തെറ്റിദ്ധരിക്കേണ്ട. അദ്ദേഹം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറയൂ. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? അവരുടെ എങ്ങനെയായാലും ശരി, അവരുടെ പെയിൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? നമസ്കാരം സാർ, അജിത്താണ്. നമസ്കാരം അജിത്ത്, പറയൂ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ കേട്ടു, ആദ്യം ഉണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വന്നത്. നിർദ്ദേശങ്ങൾ ഞാൻ ഇങ്ങനെ മെല്ലെ തുടക്കത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ശബ്ദം കേട്ടിട്ടാണോ? സംഭവം കിട്ടി. കേൾക്കുന്നില്ല. ഫ്രീ ആയിട്ടൊരു സംഭവം കിട്ടിയെന്ന്, ഒരു റിലാക്സേഷൻ. ശരി, ഗുഡ്, താങ്ക് യു. കഴിഞ്ഞ വെബിനാറില് സാറ് പറഞ്ഞ മറ്റേ എലിവേറ്റർ മെത്തേഡിന്റെ ഓഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതില് മറ്റേ ആപ്പിൽ വന്നിട്ടുണ്ട്. ശരി, ആപ്പിൽ വരും കേട്ടോ, അധികം വൈകാതെ തന്നെ വരും. കാരണം നമുക്ക് പ്ലാറ്റിനം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിൽ ഒരു ഭാഗം തയ്യാറാവുന്നുണ്ട്. ചില കണ്ടന്റുകൾ കൂടി അതിന് റെഡിയാകാനുണ്ട്. ചില തിരക്കുകൾ കൊണ്ടാണ് അത് റെഡിയാവാത്തത്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി പ്ലാറ്റിനം മെമ്പേഴ്സിന്റെ റെഡിയാവും, ഗ്രൂപ്പുകളിൽ അറിയിക്കും കേട്ടോ. ശരി, താങ്ക് യു അജിത്, താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ശരി, അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്ക് ഇവിടെ വാങ്ങാം. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ട്രിവാൻഡ്രത്ത് PLR ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓൾമോസ്റ്റ് അതിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും PLR ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കോർഡിനേറ്റർ അറിയിക്കുക. അവര് അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കും, അവരെയും പങ്കെടുപ്പിക്കാം. എന്തു തന്നെയായാലും ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വെബിനാറിലോ മറ്റൊരു വേദിയിലോ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു.